हरि ओम। ओम ओम। नारायण। हरि ओम। हरि ओम। हरि ओम। श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। ओम। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुगादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम।
ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായസേ തേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാന ഗംഗാപ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നലെ ഒരു ചെറിയ ബ്രേക്ക് വന്നു. സാരമില്ല, നമുക്ക് തുടരാം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 5-ാം അധ്യായം നമ്മൾ തുടങ്ങി വെച്ചു. ഒരു 7 ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു. ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് 5-ാം അധ്യായം ഒന്ന് വായിക്കാം. പഞ്ചമോധ്യായ. നാരദ വ്യാസ സംവാദമാണ്, അഥവാ വ്യാസ നാരദ സംവാദമാണ്. വ്യാസമഹർഷി തൻ്റെ ദുഃഖകാരണം നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് നാരദ മഹർഷി, അങ്ങ് ഭഗവാന്റെ കഥകൾ വർണ്ണിച്ചില്ല, അതാണ് അങ്ങയുടെ ദുഃഖകാരണം എന്ന് വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നാരദൻ തൻ്റെ ആത്മകഥ പൂർവവൃത്താന്തം അവതരിപ്പിക്കുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് അടുത്ത അധ്യായത്തിലും വരും. അപ്പോൾ നമുക്ക് 5-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭാഗവതേ പ്രഥമസ്കന്ധേ പഞ്ചമോധ്യായഃ. സൂത ഉവാച. അദതം സുഖമാസീനഃ ഉപാസീനം ബൃഹത്ശ്രവാഃ ദേവർഷിഃ പ്രാഹ വിപ്രർഷിം വീണാപാണിഃ സ്മയന്നിവ. നാരദ ഉവാച. പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിദാത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. ജിജ്ഞാസിതം സുസമ്പന്നം അപി തേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. ജിജ്ഞാസിതമതീതം ച യത്തദ് ബ്രഹ്മ സനാതനം അദാപി ശോചസി ആത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. വ്യാസ ഉവാച. അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തദാപി നാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. സ വൈ ഭവാൻ വേദ സമസ്തഗുഹ്യം ഉപാസിതോ യൽ പുരുഷഃ പുരാണഃ പരാപരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗഃ. ത്വം പര്യടൻ അർക്കൈവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി
परावरे ब्रह्मणि धर्मतो व्रतैः स्नादस्य मे न्यूनम् अलं विचक्ष्व। श्रीनारद उवाच भवता अनुदितप्रायं यशो भगवतोऽमलं येनैवासौ न तुष्येत मन्ये तद्दर्शनमखिलम्। यदा धर्मादयश्चार्ताः मुनिवर्यानुकीर्तिताः न तदा वासुदेवस्य महिमा ह्यनुवर्णितः। न यद्वजश्चित्रपदं हरेर्यशो जगल्पवित्रं प्रगृणीत कर्हिचित् तद्वायसं तीर्थमुशन्ति मानसाः न यत्र हंसा निरमन्द्युशिक्षयाः। तद्वाग्विसर्गो जनतागविप्लवो यस्मिन् प्रतिश्लोकमबद्धवत्यपि नामान्यनन्दस्य यशोङ्गितानि यत् शृण्वन्ति गायन्ति गृह्णन्ति साधवः। नैष्कर्म्यमप्यच्युतभाववर्जितं न शोभते ज्ञानमलं निरञ्जनं कुतः पुनः शश्वत अभद्रमीश्वरे न चार्पितं कर्म यदप्यकारणम्। अदो महाभाग भवानमोघदृक् शुचिस्रवा सत्यरतो धृतव्रतः उरुक्रमस्याखिल बन्धमुक्तये समाधिनानुस्मर तद्विचेष्टितम्। ततोऽन्यदा किञ्चन यद्विवक्षतः पृथग्दृशस्तल्कृतरूपनामभिः न कुत्रचित् क्वापि च दुस्थिता मतिः लभेदवादाहतनौरिवास्पदम्। जुगुप्सितं धर्मकृते अनुशासतः स्वभावरक्तस्य महान् व्यतिक्रमः यद्वाक्यतो धर्म इतीतरस्थितो न मन्यते तस्य निवारणं जनः। विचक्षणोऽस्यार्हति वेदितुं विभोः अनन्तपारस्य निवृत्तितः सुखं प्रवर्तमानस्य गुणैरनात्मनः ततो भवान् दर्शय चेष्टितं विभोः। त्यक्त्वा स्वधर्मं चरणाम्बुजं हरेः भजन् अपक्वोदपते ततो यदि यत्र क्व वा भद्रमभूदमुष्य किं को वार्त आप्तो अपजतं स्वधर्मतः। तस्यैव हेतोः प्रयतेत कोविदो न लभ्यते यद्भ्रमताम् उपर्यतः तल्लभ्यते दुःखवदन्यतः सुखं कालेन सर्वत्र गभीररंहसा। न वै जनो जातु कथञ्चनाव्रजेत मुकुन्दसेवी अन्यवदङ्गसंसृतिं स्मरन् मुकुन्दाङ्घ्र्युपगूहनं पुनः विहातुमिच्छेत् नरसग्रहो यतः। इदं हि विश्वं भगवानिवेतरो यतो जगत्स्थाननिरोधसम्भवाः तद्धि स्वयं वेद भवान् कदापि वै प्रादेशमात्रं भवतः प्रदर्शितम्। त्वमात्मनात्मानमवेह्यमोघदृक् परस्य पुंसः परमात्मनः कलाम् अजं प्रजातं जगतः शिवाय तन्महानुभाव अभ्युदयोऽधिगण्यताम्। इदं हि पुंसस्तपसः श्रुतस्य वा स्विष्टस्य सूक्तस्य च बुद्धिदत्तयोः अविच्युतोऽर्थः कविभिर्निरूपितो यदुत्तमश्लोकगुणानुवर्णनम्। अहं पुरादीतभवेभवं मुने दास्यास्तु कस्याश्चन वेदवादिनां निरूपितो बालक एव योगिनां शुश्रूषणे प्रावृषि निर्विवीक्षताम्। ते मयि अपेदाखिल चापलेर्भगे दान्ते अधृत क्रीडनके अनुवर्तिनि चक्रुकृपां यद्यपि तुल्यदर्शनाः शुश्रूषमाणे मुनयोऽल्पभाषिणी। उच्छिष्टलेपाननुमोदितो द्विजैः सकृत्स्म भुञ्जे तदपास्तकिल्बिषः। एवं प्रवृत्तस्य विशुद्धचेतसः तद्धर्म एवात्मरुचिः प्रजायते। तत्रान्वहं कृष्णकथाः प्रगायताम् अनुग्रहेणाश्रिणवं मनोहराः ता श्रद्धयामि अनुपदं विशृण्वतः प्रियश्रवस्यङ्गममाभवद्रुचिः।
തസ്മിൻ തദാ ലബ്ധരുചേർമഹാമുനി പ്രിയശ്രവസ്യ സ്കലിതാമതിർമമ യയാഹമേതത് സദസത്സ്വമായയാ പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഇത്തം ശരത് പ്രാവൃഷികൗ ഋതൂഹരേഃ വിശൃണ്വതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിഃ ഭക്തിഃ പ്രവൃത്ത ആത്മരജസ്തമോഭഃ. തസ്യൈവം മേനുരക്തസ്യ പ്രസൃതസ്യ ഹതൈന സഹ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ച ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്തഃ കൃപയാ ദീനവത്സലാഃ യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസഃ മായാനുഭാവമവിദം യേന ഗച്ഛന്തി തൽപദം. ഏതൽ സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. ആമയോ യസ്യ ഭൂതാനാം ജായത്തെ യേന സുവ്രത തദേവ ഹ്യാമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ഏവം നൃണാം ക്രിയായോഗാഃ സർവേ സംസൃതി ഹേതവഃ തയേവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാഃ പരേ. യദത്ര ക്രിയത്തെ കർമ്മ ഭഗവൽ പരിതോഷണം ജ്ഞാനം യത്തദീനം ഹി ഭക്തിയോഗസമന്വിതം കുർവാണ യത്ര കർമാണി ഭഗവൽ ശിക്ഷയാ സകൃത ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഇതി മൂർത്യഭിധാനേന മന്ത്രമൂർത്തിമമൂർത്തികം യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശനഃ പുമാൻ. ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യമദനുഷ്ഠിതം അദാന്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവഃ. ത്വമപ്യദഭ്രശ്രുത വിശ്രുതം വിഭോഃ സമാപ്യത്തെ യേന വിദാം ബുഭുൽസിതം ആഖ്യാഹി ദുഃഖൈർമുഹുരർദിതാത്മനാം സംക്ലേശ നിർവാണമുശന്തി നാന്യതാ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാദേ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. നാരായണ. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ വ്യാസൻ്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ, വേദങ്ങളെ നാലാക്കി വിഭജിച്ച് പൈലൻ, വൈശമ്പായനൻ, സുമന്തു, ജൈമിനി എന്നിങ്ങനെയുള്ള 4 ശിഷ്യന്മാരിലൂടെ അവരുടെ ശിഷ്യ പരമ്പരകളിലൂടെ അങ്ങനെ ശാഖകളാക്കി കലികാലത്തുള്ള ജനങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ബുദ്ധിയോ സാമർഥ്യമോ സമയമോ താല്പര്യമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയെല്ലാം വിഭജിച്ച് കൊടുത്തു. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതിനുശേഷം ആ വേദ താല്പര്യത്തെ തന്നെ മഹാഭാരതമായി, പഞ്ചമവേദമായി നിർമ്മിച്ചു. പക്ഷേ എന്നിട്ടും അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും ഈ വേദങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത, അതിനൊന്നും കഴിവില്ലാത്ത പ്രാകൃതന്മാരായ രജോ ഗുണ തമോ ഗുണ സമ്പന്നരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മഹാഭാരതം നിർമ്മിച്ചത് എന്നതാണ്. സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതിഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം എന്നുണ്ട്. ആ ഭാരതം നിർമ്മിച്ചത് ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വലിയ എന്താ പറയുക എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം സന്തോഷിച്ചില്ല. അങ്ങനെ അദ്ദേഹം
പ്രസാദമില്ലാത്ത ഹൃദയത്തോടെ സരസ്വതീ തീരത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ സ്വയം ചിന്തിച്ചു, എന്താണ് ഞാൻ എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തുല്ലോ, ഇപ്പതാ വേദസാരം തന്നെ ഭാരത രൂപത്തിലും രചിച്ചു വെച്ചു, എന്നിട്ടും എന്താ എൻ്റെ ആത്മാ പ്രസാദിക്കാത്തത്? അസമ്പന്ന ഇവാഭാതി ബ്രഹ്മവർച്ചസ്യായ എനിക്ക് എന്താ ഒരു യോജിപ്പില്ലാത്തത്? എൻ്റെ ഉള്ളിലൊരു സംതൃപ്തി, ഒരു സ്വസ്ഥത ഇല്ലാത്തതെന്താ? എന്നിട്ട് സ്വയം ചിന്തിച്ചു, കിം വാ ഭാഗവത ധർമ്മ ന പ്രായേണ നിരൂപിതാഹ. ഭാഗവത ധർമ്മങ്ങളെ ഞാൻ വേണ്ട രീതിയിൽ നിരൂപിച്ചില്ല തോന്നുന്നു. പരമഹംസന്മാരായിട്ടുള്ള ആളുകൾക്ക് പ്രിയമായിട്ടുള്ളത് അതാണ് അച്യുതപ്രിയങ്ങളും. അപ്പം അത് ഞാൻ വേണ്ട പോലെ ചെയ്തില്ല തോന്നുന്നു. ഇങ്ങനെ സ്വയം ശങ്കിച്ചിരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് അല്പൻ സ്വയം തന്നെക്കുറിച്ച് തന്നെ എന്തോ ന്യൂനതയുള്ളവനായി കരുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യാസന്റെ ആശ്രമത്തിലേക്ക് നാരദ മഹർഷി വന്നു ചേർന്നു. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പ്രത്യുത്ഥാനാദികൾ ചെയ്ത് പൂജാദികളൊക്കെ ചെയ്ത് സൽക്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ആസനത്തിലിരുത്തി അദ്ദേഹത്തോട് സുഖമാസീനനായിട്ടുള്ള ആ ദേവർഷി ഇരിക്കുന്നവനായ ദേവർഷി വ്യാസന്റെ മുഖത്തിൻ്റെ ഒരു വാട്ടം കണ്ടിട്ട്, ഒരു അസ്വസ്ഥത കണ്ടിട്ട് നാരദൻ തന്നെ ആദ്യം ചോദിച്ചു, അല്ലയോ പാരാശര്യ മഹാഭാഗ, പരാശരപുത്രനായ ഭാഗ്യവാനായ വ്യാസ, അങ്ങയുടെ ശാരീര ആത്മാ മാനസ ആത്മാ പരിതുഷ്യതി കച്ചിത്, അങ്ങക്ക് എന്തോ ഒരു ദോഷത്തിന് കുറവുണ്ടോ? അങ്ങ് ശരിക്കും സന്തോഷിക്കുന്നുവോ എന്ന് കുശലപ്രശ്നം ചെയ്യണം. അങ്ങ് വേണ്ടതൊക്കെ അറിയേണ്ടതെല്ലാം അറിഞ്ഞല്ലോ, അങ്ങ് പ്രാപിക്കേണ്ടതിനെയൊക്കെ പ്രാപിച്ചവനാണല്ലോ. ഇനി സർവ പുരുഷാർത്ഥങ്ങളെയും വേണ്ട രീതിയിൽ വർണ്ണിച്ചിട്ടുള്ള ഭാരതം കൃതവാൻ, മഹാഭാരതം രചിച്ചിട്ടുണ്ടല്ലോ. അങ്ങ് അറിയേണ്ടത് അറിഞ്ഞു, പഠിക്കേണ്ടത് പഠിച്ചു, ആ ബ്രഹ്മത്തെ പ്രാപിച്ചവനാണ്. എന്നിട്ടും എന്തോ ഒരു കുറവ് അങ്ങയുടെ മുഖത്ത് തോന്നുന്നു. അകൃതാർത്ഥ ഇവ ശോചസി ആത്മാനം, അകൃതാർത്ഥനെ പോലെ അങ്ങ് ശോചിക്കുന്നത് പോലെ തോന്നുന്നു, ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ വ്യാസൻ മറുപടി പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അസ്തേവമേ സർവമിതം ത്വയോക്തം, ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ എനിക്കുണ്ട്, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. എന്നാലും തഥാപിന ആത്മാ പരിതുഷ്യത്തെ മേ, എൻ്റെ ആത്മസംതൃപ്തി ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണമാണ് ഇപ്പം ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. തന്മൂലം അവ്യക്തമഗാധമോദം ആത്മഭവാത്മഭൂതം ത്വാ പൃച്ഛാമഹേ. ആത്മഭൂവായ സ്വയംഭൂവായ ബ്രഹ്മദേവന്റെ മാനസപുത്രനായ, അദ്ദേഹത്തിൽ നിന്നും ജനിച്ചവനായ, അഗാധ ബോധസ്വരൂപനായ അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്. പൃച്ഛാമഹേ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ. കാരണം അങ്ങ് ഭഗവാൻ പുരുഷനെ, പുരാണ പുരുഷനെ ഉപാസിക്കുന്നവനാണല്ലോ. ഏതൊരു ഭഗവാനാണോ ഈ വിശ്വത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നത്, ആ ഭഗവാന് പ്രിയപ്പെട്ടവനാണല്ലോ. അങ്ങ് ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ സൂര്യനെ പോലെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങ് വായുവിനെ പോലെ എല്ലായിടത്തും ഉള്ളിലും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ആത്മസാക്ഷി കൂടിയാണ് അങ്ങ്. എല്ലാവരുടെയും ഹൃദയം അറിയുന്നു. എൻ്റെയും ഹൃദയത്തെക്കുറിച്ച് അങ്ങയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനാണെങ്കിലോ പരവും അവരവുമായ ബ്രഹ്മത്തിലും ധർമ്മത്തിലും വ്രതത്തിലുമൊക്കെ മുഴുകിയിട്ടുള്ള ആള് തന്നെയാണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് എന്തോ ഒരു ന്യൂനത ഉണ്ട്. ആ ന്യൂനതയെക്കുറിച്ച് അങ്ങ് അലം വിചക്ഷ്വ, നന്നായി പറഞ്ഞു തരൂ, മതിയാവോളം പറഞ്ഞു തരൂ, വ്യാഖ്യാനിച്ചു തരൂ, അങ്ങ് വേണ്ട പോലെ കണ്ടു പറയൂ, ദർശിക്കൂ എന്നൊക്കെ അർത്ഥമാണ് വിചക്ഷം. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. തുടർന്നുള്ളതായിട്ടുള്ള നാരദന്റെ മറുപടി നമുക്ക് കാണാം. നാരദ ഉവാച ഭവതാനുദിതപ്രായം യശോ ഭഗവതോമലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. നാരദൻ വ്യാസനോട് മറുപടി പറയുന്നു. ഭവതാ അനുദിതപ്രായം യശോ ഭഗവതോ അമലം.
ഭവതാ അങ്ങയാൽ അനുദിതപ്രായം, അനുദിതം, അനുദിതം ന ഉദിതം ന വദിതം ന പ്രോക്തം, വേണ്ട പോലെ പറഞ്ഞിട്ടില്ല. എങ്ങനെ? പ്രായം, പ്രായേണ എന്നർത്ഥം. അങ്ങ് വേണ്ടതുപോലെ സാമാന്യമായിട്ട് ഭഗവാനെക്കുറിച്ച്, അത് എന്താണ്? യശോ ഭഗവതോ അമലം, ഭഗവതഃ അമലം യശഃ ഭവതാ അനുദിതപ്രായം. ഭഗവാന്റെ നിർമ്മലമായ യശസ്സിനെ കുറിച്ച് അങ്ങ് പ്രായേണ അനുദിതം, വേണ്ട പോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏനൈവ, അതു കാരണമായിട്ടാണ് അസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം കിലം. അസൗ ന തുഷ്യേത, അസൗ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആത്മാ, അത് തന്നെയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ നിർമ്മലമായ യശസ്സിനെ കുറിച്ച് അങ്ങ് വേണ്ടത്ര വർണ്ണിക്കാത്തത് കൊണ്ട് ഭഗവാൻ പ്രസാദിച്ചിട്ടില്ല. ഭഗവാൻ പ്രസാദിക്കാത്തത് തന്നെയാണ് എവിടെ അറിയുന്നത്? ആത്മപ്രസാദം അല്ലേ? ഭഗവാൻ പ്രസാദിച്ചാൽ എവിടെയാ പ്രസാദിക്കുക? ഇവിടെ പ്രസാദിക്കും. ഇവിടെ പ്രസാദിച്ചാലോ ഭഗവാനും പ്രസാദിച്ചു. ഇത് രണ്ടും വേറെയല്ല. നമ്മൾ ഏതെങ്കിലും ചെയ്യേണ്ട കർത്തവ്യം ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പ്രസാദിച്ചതിന് ഇവിടെ അറിയും. ആത്മപ്രസാദം തന്നെ. ഇപ്പൊ ഭഗവാനും ഇവിടെയും നമ്മുടെ ആത്മാവും രണ്ടല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നന്നായി ചെയ്താൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തൃപ്തിയുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുതന്നെയാണ് ഭഗവാന്റെ പ്രസാദം. അല്ലാതെ അതിന് പണിക്കരെ വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പണിക്കന്മാരൊന്നും എന്നോട് ദേഷ്യപ്പെടണ്ട, അതല്ലേ ശരിയെന്ന് പണിക്കന്മാർ തന്നെ പറയൂ അല്ലേ? അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചാൽ എവിടെ അറിയുമെന്ന് ചോദിച്ചാൽ ഒരു രാശി വെച്ച് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ അറിയാം. ആത്മസംതൃപ്തി. കാരണം നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യേണ്ടത് ചെയ്തു. അപ്പോഴാണ് നമുക്ക് തൃപ്തി ഉണ്ടാവുക. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്താലോ തീർച്ചയായിട്ടും ഭഗവാൻ പ്രസാദിച്ചിരിക്കും, ഉറപ്പാണ്. വേറെ ആരുടെയെങ്കിലും കഴിവ് അനുസരിച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെക്കാൾ കഴിവുള്ളവർ നിങ്ങളെക്കാൾ നന്നായി ചെയ്യും. നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരും ഉണ്ടാവും, അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യും. അതുമായിട്ട് നമ്മുടെ കഴിവിനെ നമ്മൾ ഒരു തരത്തിലും താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ധനികന്മാർ ചെയ്യുന്നത് പോലെ ദരിദ്രന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. പണ്ഡിതന്മാർ ചെയ്യുന്നത് പോലെ പാമരന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോ കാര്യത്തിലും അറിവുള്ളവർ ചെയ്യുന്നത് പോലെ അറിവില്ലാത്തവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ശക്തി, ആരോഗ്യം, ദ്രവ്യങ്ങളുടെ അവൈലബിലിറ്റി, ഇതൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തരും ചെയ്യട്ടെ. മറ്റൊരാൾ ചെയ്യുന്നത് നോക്കി നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാൾ കുറച്ചേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളും അത്ര ചെയ്താൽ മതി എന്നും ഒരിക്കലും വിചാരിക്കരുത്. നമ്മളെക്കാൾ കഴിവ് കൂടിയ ഒരാൾ നന്നായി നിറയെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമവും വേണ്ട. പിന്നെ എന്താണ് ഇവിടുത്തെ മാനദണ്ഡം? നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തുവോ? ഇത് വേറെ ആരും സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റ് തരിക. എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ സ്വഭാവത്തിനും ശൈലിക്കും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. ആ തൃപ്തിയാണ് ഏറ്റവും വലിയ തൃപ്തി, ഭഗവത് പ്രീതി. അപ്പോൾ ഇവിടെ വ്യാസനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കവിത്വം, പാടവം, അതൊന്നും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി, ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, ഇതൊക്കെ ഉണ്ട്. അതൊന്നും മഹാഭാരതത്തിലൂടെ വേണ്ടത്ര പ്രകാശിച്ചിട്ടില്ല. മറ്റ് പുരാണങ്ങളിലും ഒന്നും ഇത്രയും വന്നിട്ടില്ല. അപ്പോൾ ആ കഴിവിൻ്റെ പരമാവധി വരാത്തതാണ് അദ്ദേഹത്തിൻ്റെ വിഷമത്തിന് കാരണം. ഏത് കാര്യം ചെയ്താലും അത് നമുക്കറിയാം. ഇപ്പോൾ നല്ലൊരു പാട്ടുകാരന് ഒരു കച്ചേരി അവതരിപ്പിച്ചാൽ അയാൾക്ക് തന്നെ തോന്നും
നന്നായിട്ടോ സ്വയം അഭിനന്ദിക്കും. വേറെ ആളുകൾ കൈയടിച്ചോ ഇല്ലയോ, അത് രണ്ടാമത്തത്. ആളുകൾ കൈയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്വയം ഉള്ളിലൊരു അഭിനന്ദനമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ചെയ്തതിനേക്കാളൊക്കെ തൃപ്തിയായിട്ടോ, ഇന്ന് ഗംഭീരായി എന്ന് ഒരു നല്ല കച്ചേരി നടത്തിയാൽ ഒരു നല്ല സംഗീതജ്ഞന് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നല്ല ചിത്രകാരന് നല്ലൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ, അയാളുടെ കഴിവിൻ്റെ പരമാവധി അവിടേക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ആത്മ ആവിഷ്കാരം, അതാണ് സെൽഫ് എക്സ്പ്രഷൻ, അത് പരമാവധി സാധിച്ചാൽ സന്തോഷമായി. അതെ, ഒരു നടനാണെങ്കിലും ഒരു നടിക്കാണെങ്കിലും അല്ലേ, അവരുടെ കഴിവുകൾ നന്നായിട്ട് പ്രകാശിപ്പിക്കാൻ പറ്റിയാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. ഒരു നർത്തകിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്താൽ അതിലൊരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു നല്ല പ്രഭാഷകന്, ഒരു ആചാര്യന്, ഒരു അധ്യാപകന് ഒക്കെ അവരുടെ പ്രവൃത്തികൾ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയുണ്ട്. ഇപ്പം എനിക്കും ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുമ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് സംതൃപ്തി. അതിൽ കിട്ടുന്ന സന്തോഷത്തിൽ പരം വേറൊരു സന്തോഷവും ഇല്ല. അതുതന്നെയാണ് എൻ്റെ ഭഗവാനോടുള്ള എൻ്റെ പൂജ. ബാക്കിയുള്ള പൂജകളെക്കാളൊക്കെ എനിക്ക് പ്രിയപ്പെട്ട പൂജ ഈ രൂപത്തിലുള്ള പൂജയാണ്. എന്നാലാവുന്ന എൻ്റെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭഗവാന്റെ മഹിമകളെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. എന്നേക്കാൾ നന്നായിട്ട് സാധിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, എന്നെപ്പോലെ കഴിയാത്തവരും ഉണ്ടാവും. ഞാനെന്തിനാ അവരുടെ കാര്യത്തിലൊക്കെ അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത്, അവരുടെ എന്തെങ്കിലും കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് എൻ്റേതായിട്ടുള്ള തനതായ ശൈലിയുണ്ട്. ആരെയും അനുകരിക്കാതെ എനിക്ക് തൃപ്തികരമായ രീതിയിൽ ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് മിക്കവാറും ദിവസവും കിട്ടുന്നുണ്ട്. ഏതെങ്കിലും തടസ്സങ്ങൾ എന്തെങ്കിലും ദിവസം വരുമ്പോൾ മാത്രമേ ചെറിയ എന്തെങ്കിലും കുറവ് തോന്നും. വേണ്ട പോലെ പറഞ്ഞില്ല, ഇന്നത്തെ ദിവസം ഒരു തൃപ്തി ആയില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതെന്തുകൊണ്ട്? എന്തെങ്കിലും വേറെ ചില ഒബ്ജക്ഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ എവിടെയെങ്കിലും വരുമ്പോൾ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജോലി അങ്ങനെ ചെയ്താലോ എന്തായിരിക്കും അല്ലേ ഈ ലോകം? ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വിൽ ബി. ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നമ്മുടെ ഡ്യൂട്ടികളെ, നമ്മുടെ കർത്തവ്യങ്ങളെ ഓരോരുത്തരും അങ്ങനെ ആക്കിയാൽ ഈ ലോകം സുന്ദരം, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഇവിടെ പറയണു, അതുകൊണ്ട് ഭഗവാൻ പ്രസാദിച്ചില്ലാത്തത് കൊണ്ട് മന്യേ തദ്ദർശനം ഖിലം. തദ്ദർശനം, അങ്ങയുടെ അറിവ്, ഖിലം ഇതി മന്യേ, ന്യൂനതയായിരിക്കുന്നു, ന്യൂനതയുള്ളതായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ കഴിവുകൾ അങ്ങ് വേണ്ട രീതിയിൽ ഈശ്വരനെ സ്തുതിക്കുന്ന കാര്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഈശ്വരനെ സ്തുതിക്കാൻ അങ്ങേക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഭവതാ അനുദിതപ്രായം യശോ ഭഗവതോ അമലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. യഥാ ധർമാദയശ്ചാർത്താഃ മുനിവർയാനുകീർത്തിതാഃ ന തദാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിതഃ. ഇപ്പോൾ വ്യാസൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കണം, മഹാഭാരതത്തിൽ മുഴുവൻ ഭഗവാന്റെ കഥയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണെങ്കിൽ ഭഗവാന്റെ കഥ അവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനായിരുന്നില്ല മഹാഭാരതത്തിൽ പ്രാധാന്യം. അതാണ് യഥാ ധർമാദയശ്ച അർത്ഥാഃ മുനിവർയ അനുകീർത്തിതാഃ. യഥാ എപ്രകാരമാണോ ധർമാദയഃ ധർമാദികളാകുന്ന അർത്ഥാഃ പുരുഷാർത്ഥാഃ, ധർമ്മം അർത്ഥം കാമം, 3 പുരുഷാർത്ഥങ്ങളെയാണ് പ്രധാനമായിട്ട് മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. മോക്ഷം എന്ന പുരുഷാർത്ഥത്തെയും വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ധർമാദയശ്ച അർത്ഥാഃ, ധർമാദി വിഷയങ്ങൾ
മുനിവര്യ, അല്ലയോ വ്യാസനാകുന്ന മുനിവര്യ, ത്വയാ അനുകീർത്തിതാഹ, അങ്ങയാൽ നന്നായി കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ന തഥാ വാസുദേവസ്യ മഹിമ അനുവർണിത, വാസുദേവസ്യ മഹിമ തഥാ ന അനുവർണിത, അങ്ങ് വാസുദേവന്റെ മഹിമ അതുപോലെ അനുവർണ്ണനം ചെയ്തിട്ടില്ല. ഏതില്? മഹാഭാരതത്തില്. കാരണം മഹാഭാരതത്തിന്റെ തീം എന്തായിരുന്നു? യതോ ധർമ്മ തതോ ജയ. മഹാഭാരതത്തിന്റെ പേര് തന്നെ ജയം എന്നായിരുന്നു ഗ്രന്ഥത്തിന്റെ പേര്. അതിലെ തീം, മുഖ്യ തീം യതോ ധർമ്മ തതോ ജയ. എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം എന്ന ആ മുഖ്യ സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് മഹാഭാരതം രചിച്ചത്. അതുകൊണ്ട് മഹാഭാരതം മുഴുവൻ ധർമ്മത്തിൻ്റെ വിവിധ വ്യാഖ്യാനങ്ങളാണ്. ധർമ്മം ആചരിക്കാത്തവർക്ക് വന്നു ചേരുന്ന നാശത്തിൻ്റെ, സർവനാശത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് മഹാഭാരതം. അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് ധർമ്മത്തെ സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു അങ്ങയുടേത്. അപ്പോൾ അതിൽ ശ്രീകൃഷ്ണൻ മറ്റുള്ളവരെ പോലൊരു കഥാപാത്രം മാത്രം, ഒരു മുഖ്യ കഥാപാത്രം എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ, കേന്ദ്ര കഥാപാത്രം എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ സൈഡ് ലൈൻ ചെയ്തിരുന്നു. പിന്നെ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് അവിടെ ഷൈൻ ചെയ്യുന്നുണ്ട്. എവിടെ കിടന്നാലും, കുപ്പയിൽ കിടന്നാലും ഷൈൻ ചെയ്യുന്ന ഭഗവാനായതുകൊണ്ട് വ്യാസൻ അവഗണിച്ചിട്ടും വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് വർണ്ണിച്ചിട്ടില്ലെങ്കിലും പാണ്ഡവന്മാർക്കും കൗരവന്മാർക്കും അവരുടെ കഥയ്ക്കുമാണ് പ്രാധാന്യം കൊടുത്തത്. അതിനു മുമ്പാണെങ്കിലും ഭീഷ്മരുടെയും ശന്തനുവിൻ്റെയും അവരുടെയൊക്കെ കഥകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗസ്റ്റ് റോളാണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന് ഉള്ളത്. പല സന്ദർഭങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം. മെയിൻ സ്ട്രീം കഥ എന്ന് പറയുന്നത് ഭരതവംശത്തിൻ്റെ, ശന്തനുവിൻ്റെ മക്കളുടെ, പേരക്കുട്ടികളുടെ, ഭീഷ്മന്റെ പരമ്പരയുടെ ഒക്കെ കഥയാണ് മെയിൻ സ്ട്രീം കഥ. അതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥി മാത്രമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് അദ്ദേഹം അവിടെ തിളങ്ങി നിന്നു എന്ന് മാത്രമാണ്. ഒരു ഭഗവത്ഗീതയിലൂടെ, അനുഗീതയിലൂടെ, അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹം കൂടുതൽ പ്രകാശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ആ മഹാഭാരത കഥയിൽ കൃഷ്ണനെ, കൃഷ്ണൻ്റെ ഗുണങ്ങളെ, ഭഗവാന്റെ മഹിമകളെ വർണ്ണിക്കാനല്ല അങ്ങ് ഉപയോഗിച്ചത്. അപ്പോൾ മറ്റ് പുരുഷാർത്ഥങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഭക്തി എന്ന പുരുഷാർത്ഥത്തെ അങ്ങ് മറന്നുപോയി. തീരെ മറന്നു എന്ന് പറയാൻ പറ്റില്ല. സമുദ്രത്തിൽ കായം കലക്കിയ പോലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം മഹാഭാരതത്തിൻ്റെ ആ വലിപ്പം അങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ 1,00,000 ചില്ലുവാനം ശ്ലോകങ്ങളിൽ അവിടെ ഒരു വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ അതുപോലെയുള്ള ഭഗവത്ഗീതയിലെ ഭക്തിയോഗം മുതലായിട്ടുള്ള ഉപദേശങ്ങളും അതുപോലെയുള്ള സന്ദർഭങ്ങളും എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹാസാഗരത്തിൽ കായം കലക്കിയ പോലെ. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. യഥാ ധർമാദയശ്ചാർത്താഃ മുനിവര്യ അനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിതഃ. വാസുദേവന്റെ മഹിമ, ഭഗവാന്റെ മഹിമ അങ്ങ് വേണ്ട പോലെ വർണ്ണിച്ചിട്ടില്ല. നയദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീത കർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസാഃ നയത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാഃ. നയദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീത കർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസാഃ നയത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാഃ. ഭഗവാന്റെ യശസ് ജഗൽ പവിത്രമാണ്. യദ്വജഃ ജഗൽ പവിത്രം. ഏതൊരുവന്റെ യശസ്, ഏതൊരു വാക്കുകളാണോ ജഗത്തിനെ പവിത്രീകരിക്കുന്ന, ഹരേഹേ യശഃ ന പ്രഗൃണീത.
ഹരിയുടെ യശസ്സിനെ പറയാതിരിക്കുന്നത്, ലോകത്തെ ശുദ്ധീകരിക്കുന്ന ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് പറയാതിരിക്കുന്നത്, അത് എത്ര ചിത്രപദമായിക്കോട്ടെ. ചിത്രപദം എന്ന് പറഞ്ഞാൽ വിചിത്രങ്ങളായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല കാവ്യഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കാളിദാസന്റെ മഹാകാവ്യങ്ങളൊക്കെ നോക്കിയാൽ കാവ്യങ്ങളുടെ സൗന്ദര്യത്തില് നമ്പർ 1 പക്ഷേ ജനങ്ങൾ നിത്യജീവിതത്തിൽ കാളിദാസനെ പഠിക്കുന്നുണ്ടോ? കാളിദാസന്റെ ഏതെങ്കിലും കൃതികൾ, അഭിജ്ഞാന ശാകുന്തളം, അല്ലെങ്കിൽ മേഘസന്ദേശം, രഘുവംശം, കുമാരസംഭവം, ഇതൊക്കെ നിത്യ പാരായണത്തിനോ നിത്യ പഠനത്തിനോ ആളുകൾ വിധേയരാക്കുന്നുണ്ടോ? ഏതെങ്കിലും വീട്ടിലുണ്ടോ കാളിദാസന്റെ വർക്ക്സ്? കാവ്യങ്ങളിൽ, കവികളിൽ നമ്പർ 1. അതുകൊണ്ടാണ് ഈ വിരലിന് ഈ വിരലിന് അനാമിക എന്ന പേര് വന്നത്. പുരാ കവീനാം ഗണനാ പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ അദ്വൈവ തത്തുല്യ കവേരഭാവാത് അനാമികാ സാർത്ഥവതി ബഭൂവ. എന്താ പറഞ്ഞത്? പണ്ട് കവീനാം ഗണനാ പ്രസംഗേ, ആരാണ് മഹാകവികൾ എന്നുള്ള ചർച്ച ഉണ്ടായതായിട്ടുള്ള സമയത്ത് വിരൽ പിടിച്ച് എണ്ണാൻ തുടങ്ങിയ ആളുകൾ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ, കാളിദാസൻ, ഒന്നാമൻ കാളിദാസൻ, സംശയമില്ല. ഇനി രണ്ടാമനാരാ? അപ്പോൾ കാളിദാസനെ എണ്ണിക്കഴിഞ്ഞപ്പോ അതിന് ഈക്വലായിട്ട് നിർത്താൻ, അല്ലെങ്കിൽ തൊട്ട് രണ്ടാമതായിട്ട് നിർത്താൻ പോലും യോഗ്യരായിട്ടുള്ള ആരെയും കാണാനില്ല എന്നാ. അത്ര പ്രഗത്ഭനാണ് കാവ്യ ഇതിലെ കാളിദാസൻ. അതാണ് അദ്യാപി തത്തുല്യ കവേരഭാവാത്. ഇന്നും അദ്ദേഹത്തിന് തുല്യനായിട്ടൊരു കവിയുടെ അഭാവമുള്ളത് കൊണ്ട് രണ്ടാമത്തെ വിരലിന് ഇപ്പോഴും പേരിട്ടിട്ടില്ല. ഒന്നാമത്തെ വിരലിന് കാളിദാസനെ എണ്ണി, ഇത് കാളിദാസൻ, രണ്ടാമൻ ഇല്ല, പേരില്ല. അതുകൊണ്ട് അനാമിക. ഈ വിരലിന്റെ പേരെന്താണ്? അനാമിക. ശ്യാമളാദണ്ഡകം ഒരേ ഒന്ന് മാത്രമേ, അതും എല്ലാവരും ഒന്നും സ്വീകരിച്ചിട്ടില്ല. ദേവീ ഭക്തന്മാർക്ക് ഇഷ്ടപ്പെട്ടതാണ് ശ്യാമള. ബാക്കിയുള്ള കാവ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാളിദാസനെ തള്ളിപ്പറയല്ല, അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ ഈ ഭക്തിരസം കുറവായതുകൊണ്ട്, ഭഗവത് വർണ്ണന കുറവായതുകൊണ്ട്, ശൃംഗാരരസം ആയിരുന്നു പല കാവ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ മുഖ്യമായിട്ടുള്ള രസം. ഭക്തിയേക്കാളും മുമ്പിൽ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളെ, കഥകളെ പറയുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രുചി. നന്നായി വർണ്ണിക്കും. ലൗകിക പ്രേമം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം. അതുപോലെ മനുഷ്യ വികാരങ്ങളെ, മനുഷ്യ മനസ്സിലുള്ള ഓരോ ഭാവങ്ങളെയൊക്കെ അസലായിട്ട് ചിത്രീകരിക്കും ആള്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഭഗവാനെ വർണ്ണിച്ചത് അതിലില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ സേവിക്കാത്തത്. അതെ, കോളേജിൽ സിലബസിൽ നിവൃത്തിയില്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും മുഴങ്ങി കേൾക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ ഭഗവാനെ വർണ്ണിക്കണം. ഈവൻ രഘുവംശത്തിൽ പോലും ഭഗവാന്റെ കഥ വളരെ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ള അവസാനത്തെ ബാക്കിയുള്ള വംശത്തെ മാത്രമാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ പൂർവീകരായ ആളുകളുടെ കഥകളാണ് അതിൽ കൂടുതലും. ദിലീപന്റെ കഥയും അതുപോലെയുള്ള രഘുവിൻ്റെ കഥയുമൊക്കെയാണ് പറഞ്ഞു വന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? എത്ര ചിത്രപദമായിക്കോട്ടെ, മനോഹര പദങ്ങളെ കൊണ്ടുള്ള കാവ്യങ്ങളായിക്കോട്ടെ, ഏതൊരു വാക്കിലാണോ ജഗൽ പവിത്രം ഹരേഹേ യശഃ ന പ്രഗൃണീത, ലോകത്തെ ശുദ്ധീകരിക്കുന്ന ഹരിയുടെ യശസ് പ്രകർഷേണ ഗൃണിച്ചിട്ടില്ലെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ, തത് വായസം തീർത്ഥം, അതിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? വായസം തീർത്ഥം. വായസം തീർത്ഥം, വായസ് എന്ന് പറഞ്ഞാൽ കാക്കയുടെ പര്യായമാണ്. അത് കാക്ക കുളിക്കുന്ന വെറും വെള്ളമാണ്. ചെളിവെള്ളത്തിലാണ് കാക്ക കുളിക്കുക. എവിടെ ചെളിവെള്ളം കണ്ടാലും കാക്ക കുളിച്ചോളും. അപ്പം അതൊക്കെ ലൗകികരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് എന്നർത്ഥമാണ്. വായസം തീർത്ഥം എന്ന് പറഞ്ഞാൽ
ലൗകികരായിട്ടുള്ള സംസാരികളായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ഈ പറഞ്ഞ ശൃംഗാര രസങ്ങളൊക്കെ വർണ്ണിക്കുന്ന കാവ്യങ്ങളൊക്കെ ആണെങ്കിൽ. എന്നാൽ അതിൽ ആര് രമിക്കുന്നില്ല? എന്താ പറയുക, ഉശിക്ഷയാഹ മാനസാഹ ഹംസാഹ കർഹിച്ചിത് ന നിരമന്തി. ഉശിക്ഷയാഹ എന്ന് പറഞ്ഞാൽ ഉശിക്ക് എന്ന് പറഞ്ഞാൽ ഉത്തമമായത്, ശയം വാസസ്ഥാനം, ഉശിക്ഷയ ഉത്തമ വാസസ്ഥാനമായിരിക്കുന്നവർ ആരാണ്? ഹംസാഹ. ഏത് ഹംസാഹ? മാനസാഹ ഹംസാഹ. മാനസ സരസിൽ വിഹരിക്കുന്നതായിട്ടുള്ള ഹംസങ്ങൾ കർഹിച്ചിത് ഒരു കാലത്തും ന നിരമന്തി. അതിൽ നിതരാം ന രമന്തി എന്നർത്ഥം. അതിൽ രമിക്കുന്നില്ല, ഒട്ടും രമിക്കുന്നില്ല. അപ്പൊ മാനസ സരസിൽ വിഹരിക്കുന്നതായിട്ടുള്ള ഹംസങ്ങൾക്ക് ചെളിക്കുണ്ടിലൊന്നും ഒരു രസം ഉണ്ടാവില്ല. മാനസ സരസിലെ അരയന്നങ്ങൾ ഒരിക്കലും ഭൂമിയിലുള്ള ചെളിക്കുണ്ടുകളിലൊക്കെ വന്ന് കുളിക്കാൻ വരില്ല. അതിലേക്ക് ശുദ്ധജലം തന്നെ വേണം. കാരണം അവർ നല്ല സ്റ്റാൻഡേർഡിൽ മാനസ സരസിൽ ജീവിച്ചവരാണ്. അവരെ കൊണ്ട് ചെളിവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കില്ല. വെറും കാക്ക കുളിക്കാനുള്ള വെള്ളമാണ് അതൊക്കെ. അതുപോലെയാണ് ഈ ഈശ്വരനെ കുറിച്ച് സ്തുതിക്കുന്നില്ലെങ്കിൽ എത്ര മനോഹരമായ കാവ്യമാണെങ്കിലും അത് ലൗകികന്മാരായ കാക്കകൾക്ക് കുളിക്കാനുള്ളതാണ്, പരമഹംസന്മാർക്ക് കുളിക്കാനുള്ളതല്ല എന്നർത്ഥം. ഇവിടുത്തെ ഹംസത്തെ മാനസഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പരമഹംസന്മാരായിട്ടുള്ള മഹാത്മാക്കൾ. ആ മഹാത്മാക്കൾ സേവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരും ഏറ്റെടുക്കും. അത് സജ്ജനങ്ങൾ ഏതാണോ സ്വീകരിക്കുന്നത് അതിനെ സാധാരണ ജനങ്ങളും സ്വീകരിക്കും. അപ്പോൾ ഇവിടെ ഹംസങ്ങളോട് ഉപമിച്ചത് ആരെയാണ്? പരമഹംസന്മാരായിട്ടുള്ള മഹാത്മാക്കൾ. അവരും ഉശിക്ഷയന്മാരാണ്. ഉശിക്ഷയന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്തമമായത് എന്താണ്? ബ്രഹ്മത്തിൽ ശയിക്കുക എന്ന് പറഞ്ഞാലോ ബ്രഹ്മത്തിൽ തന്നെ നിഷ്ഠയോടുകൂടിയിരിക്കുക. ഇപ്പൊ ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ള ഹംസന്മാർ, പരമഹംസന്മാർ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രാകൃത കൃതികളിലൊന്നും രമിക്കുകയില്ല, ലൗകിക കൃതികളിലൊന്നും രമിക്കുകയില്ല. അവർക്ക് വേണ്ടത് ഭക്തിയുടെ മാധുര്യം, ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കണം, ഭഗവാന്റെ യശസ്സിനെ വർണ്ണിക്കണം. എങ്കിൽ അവരതിലുണ്ടാവും, അവർ രമിക്കും. അപ്പോൾ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളൊക്കെ രമിക്കും. അല്ലാതെ അങ്ങയുടെ ഈ മഹാഭാരതം, അതുകൊണ്ടായിരിക്കും മഹാഭാരതത്തിന് അസ്വീകാര്യത വന്നു ചേർന്നത്, ആളുകൾ അധികം സ്വീകരിക്കാതായി പോയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഭാഗവതം മതിയെന്ന് നിങ്ങൾ എന്തിനാ മഹാഭാരതത്തിൻ്റെ പുറകെ പോകുന്ന എന്ന് മഹാത്മാക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഭാഗവതത്തെ സേവിക്കൂ, മഹാഭാരതമൊന്നും വേണ്ട എന്ന് ചിലപ്പോൾ ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടി ഭാഗവതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പലരും പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം മഹാഭാരതത്തെ നിങ്ങൾ വീട്ടിൽ വെക്കരുത്, തള്ളിക്കളയരുത് ഒന്നുമല്ല. തള്ളിക്കളയണം, വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. മഹാഭാരതവും വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമാണ്. ഭാഗവതത്തെ ഉപാസിക്കുക, മഹാഭാരതത്തെ പഠിക്കുക. ഉപാസിക്കാനുള്ള ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ ഭാഗവതം. നിരന്തരം എത്ര പ്രാവശ്യം വായിച്ചാലും ആവർത്തിച്ച് വായിച്ച് ആസ്വദിക്കാനുള്ള മധുരമാണ് ഭാഗവതം. മറ്റത് നമുക്ക് അറിഞ്ഞിരിക്കാം, ഭാരതം വായിച്ചിരിക്കാം, അറിഞ്ഞിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നയദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗൽ പവിത്രം പ്രഗൃണീത കർഹിചിത് തദ്വായസം തീർത്ഥം ഉശന്തി മാനസാഃ നയത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാഃ തദ്വാഗ്വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോംഗിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ തദ്വാഗ്വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോംഗിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ തദ്വാഗ്വിസർഗഃ
ആ വാക്കിൻ്റെ വിസർഗം എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ, പ്രയോഗം, എക്സ്പ്രഷനെയാണ് വിസർഗം എന്ന് പറയുന്നത്. അപ്പം തദ് വാഗ്വിസർഗ, ആ വാക്കിൻ്റെ പ്രയോഗം, ജനതാഗ വിപ്ലവ, ജനതയുടെ അകത്തെ കഴുകിക്കളയുന്നത്. ജനത ജനങ്ങൾ, അകം പാപം, വിപ്ലവം മുക്കി കഴുകി കളയുന്നത്. അപ്പോൾ ജനതാഗ വിപ്ലവ, ജനതയുടെ പാപങ്ങളെ മുക്കിക്കളയുന്നത്, കഴുകിക്കളയുന്നതാണ്. ഏത്? യസ്മിൻ, ഏതൊന്നിലാണോ പ്രതിശ്ലോകം അബദ്ധവതി അപി നാമാനി അനന്തസ്യ യശോങ്കിതാനി. ഏത്? അപ്പോ ഏതിലാണോ? യസ്മിൻ നാമാനി അനന്തസ്യ യശോങ്കിതാനി, അനന്തസ്യ അനന്തനായ ഭഗവാന്റെ യശോങ്കിതാനി നാമാനി ഭവന്തി, ഭഗവാന്റെ അനന്തനായ ഭഗവാന്റെ യശസ്സിനെ അടയാളപ്പെടുത്തുന്ന, അങ്കിതങ്ങളാക്കുന്ന, അലങ്കരിക്കുന്ന ആ വാക്കുകൾ, ഭഗവാന്റെ നാമങ്ങൾ ഏത് കൃതിയിലാണോ ഉള്ളത് അത് പ്രതിശ്ലോകം അബദ്ധവതി അഭി, അതൊരു മനോഹരമായിട്ടുള്ള കാവ്യമൊന്നും ആയിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. ശ്ലോകം പ്രതി അബദ്ധം, അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടാവാം, വൃത്ത ഭംഗങ്ങൾ ഉണ്ടാവാം. വേണ്ട പോലെയൊന്നും ഒരു കാവ്യത്തിൻ്റെതായിട്ടുള്ള വൃത്തഭംഗിയോ അല്ലെങ്കിൽ എന്താ പറയുക സൗഷ്ഠവമോ അങ്ങനെയുള്ള കാവ്യത്തിൻ്റെതായിട്ടുള്ള സൗന്ദര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ വ്യാകരണ പെശകുകൾ ഉണ്ടാവാം, കുറവുകളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഭഗവാന്റെ യശസ്സാണോ അതിലെ സബ്ജക്റ്റ് മാറ്റർ, ഭഗവാന്റെ യശസ് അതിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടോ, ഭഗവാന്റെ നാമങ്ങൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടോ? അനന്തസ്യ യശോങ്കിതാനി നാമാനി യസ്മിൻ, ഏതൊരു കൃതിയിലാണോ അനന്തന്റെ യശോങ്കിതങ്ങളായ നാമങ്ങൾ ഉള്ളത് അത് പ്രതിശ്ലോകം അബദ്ധവതി അഭി, പ്രതിശ്ലോകവും അബദ്ധങ്ങളാണെങ്കിൽ പോലും ആ കൃതികളെ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ, സാധവഃ സാധവഃ സജ്ജനാഹ മാനസാഹ ഹംസാഹ, പരമഹംസന്മാരായിട്ടുള്ള മഹാത്മാക്കൾ അതിനെ ശൃണ്വന്തി, അത് കേൾക്കാൻ അവർ തയ്യാറാവും. ഭഗവാനെ കുറിച്ചാണോ കാവ്യഭംഗിയെന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല, പറയൂ പറയൂ, കേൾക്കട്ടെ. അവർ തന്നെ അതിനെ ഏറ്റുപാടും. ഗായന്തി, ഗാനം ചെയ്യും. ഗൃണന്തി, അവർ പറയും എല്ലാവരോടും. അങ്ങനെ ഭഗവാനെ കുറിച്ചിട്ടുള്ള കൃതികൾ അതിന് കാവ്യ സൗന്ദര്യമൊന്നുമില്ലെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും വിഷയം ഭഗവാനാണെങ്കിൽ ദേ വിൽ ടേക്ക് ഇറ്റ് ആസ് ദേഴ്സ്, അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് അവരവരുടെ ഹൃദയത്തോട് ചേർത്ത് അവർ ശ്രവിക്കുകയും പാടുകയും പറയുകയും ചെയ്യും. അങ്ങനെ മഹാത്മാക്കളെ ഏറ്റുപാടാൻ തുടങ്ങിയാലോ അപ്പൊ പിന്നെ സാധാരണക്കാരും അത് പിന്തുടരും എന്നർത്ഥം. തദ്വാഗ്വിസർഗോ ജനതാഗ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനം അലം നിരഞ്ജനം കുതഃ പുനഃശശ്വതഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. നൈഷ്കർമ്മമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനം അലം നിരഞ്ജനം കുതഃ പുനഃ ശശ്വത് അഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. അപ്പോ അച്യുതഭാവവർജിതം, അച്യുതഭാവവർജിതം, അച്യുതനായ ഭഗവാന്റെ ആ ഭക്തി ഇല്ലാത്തത്, അച്യുതഭാവം എന്ന് പറഞ്ഞാൽ ഭഗവൽ മഹിമ വർണ്ണിക്കാത്തത്, ഭഗവൽ ഭക്തി ഇല്ലാത്തത് എന്നർത്ഥം. അങ്ങനെയുള്ള നൈഷ്കർമ്മ്യം നിരഞ്ജനം ജ്ഞാനം അപി, നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ നിഷ്കാമരൂപത്തിലുള്ളതും നിരഞ്ജനം നിഷ്കളങ്കമായതും ഉപാധിരഹിതമായതും പ്യുവറായതും എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള ജ്ഞാനം പോലും ഭഗവത് ഭക്തിയില്ലാത്ത ജ്ഞാനമാണെങ്കിൽ അലം ന ശോഭതേ, മതിയാവോളം ശോഭിക്കില്ല. അതിൻ്റെതായിട്ടുള്ള ചെറിയ ശോഭയുണ്ടാവും, പക്ഷെ ഭക്തി കൂടി ഉണ്ടെങ്കിലാണ് അതിന് നല്ല ശോഭയുണ്ടാവുക. അപ്പൊ ജ്ഞാനം എന്നത് വെറും വേദാന്ത ജ്ഞാനം, വരട്ട് വേദാന്തം മാത്രമായിട്ട്
അത് വൈരാഗ്യ രൂപത്തിൽ മാത്രം പ്രകടമായാൽ പോരാ. പിന്നെയോ അതിൽ പ്രേമം കൂടി ഉണ്ടാവണം. ഭഗവത് പ്രേമം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ലോകത്തോടുള്ള പ്രേമം കൂടിയാണ്. കാരണം ഭഗവാൻ വിശ്വരൂപനാണ്. ഈ വിശ്വം ഭഗവാനിൽ നിന്ന് വന്ന് ഭഗവാനിൽ നിൽക്കുന്നു. അപ്പോൾ ഭഗവാനോടുള്ള പ്രേമം തന്നെയാണ് വിശ്വപ്രേമമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ലോകത്തെ നമുക്ക് പ്രേമപൂർവം കാണണമെങ്കിൽ വേദാന്ത ജ്ഞാനം, സർവം ബ്രഹ്മമയം എന്നുള്ള ജ്ഞാനം മാത്രം പോരാ. ആ ബ്രഹ്മത്തെ നമ്മൾ പ്രേമിക്കണം. ആ ബ്രഹ്മത്തോടുള്ള ഭക്തി വേണം നമുക്ക്. അപ്പം ആ ഭക്തിയില്ലാത്ത ജ്ഞാനം വേണ്ട പോലെ ശോഭിക്കുകയില്ല. അവർ വെറും വരട്ട് വേദാന്തികളായിരിക്കും. അവരെ കൊണ്ട് ലോകത്തിന് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നും കൂടിയൊക്കെ അർത്ഥമാണ്. ഇപ്പം നൈഷ്കർമ്യമപി അച്യുതഭാവവർജിതം ജ്ഞാനം നിരഞ്ജനം ജ്ഞാനം അലം ന ശോഭത്തെ. വേണ്ടത്ര ശോഭിക്കില്ല. അതിന് ശോഭ വേണോ? ഭക്തിയുടെ മാധുര്യം കൂടി വേണം. ഭക്തിയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ആർദ്രമാക്കുന്നത്. എത്ര ജ്ഞാനി ആയിക്കോട്ടെ, അയാളുടെ ഹൃദയം ആർദ്രമാവണമെങ്കിൽ സ്നേഹം, പ്രേമം വേണം. ഭഗവാനോടുള്ള പ്രേമം വേണം. അപ്പോൾ പിന്നെ കുതഹ പുനഃ, പിന്നെ പറയണോ എന്നാണ് കൈമുതിക ന്യായം. അപ്പോൾ ജ്ഞാനം, ശുദ്ധമായ ജ്ഞാനം പോലും ഭക്തി ഇല്ലെങ്കിൽ ശോഭിക്കില്ല. അപ്പോൾ പിന്നെ പറയണോ സകാമമായിട്ടുള്ള കർമ്മം? അതാണ് പറയുന്നത്. കർമ്മ നീ സകാമമായിട്ടുള്ള കർമ്മം മാത്രമല്ല, അകാരണം അപി. അകാരണം എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്ത, ഹേതുവില്ലാത്ത നിഷ്കാമകർമ്മം പോലും. കർമ്മ യദപി അകാരണം, അത് ശശ്വത അഭദ്രം ഈശ്വരേന ച അർപ്പിതം. ഈശ്വരനിൽ അർപ്പിക്കാത്തതാണെങ്കിൽ, എത്ര വലിയ കർമ്മമാണെങ്കിലും, എത്ര നല്ല കർമ്മമാണെങ്കിലും, എത്ര നിഷ്കാമ കർമ്മമാണെങ്കിലും, ഈശ്വരേ അർപ്പിതം ന, ഈശ്വരനിൽ അർപ്പിക്കാത്തതാണെങ്കിൽ അത് അഭദ്രം. അഭദ്രം എന്ന് പറഞ്ഞാലോ അമംഗളം. അത് ശോഭിക്കുന്നില്ല. അപ്പോൾ കർമ്മവാസനകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ അങ്ങനെയുള്ളത് സഹായിക്കുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും, നിഷ്കാമ കർമ്മമാണെങ്കിലും സകാമ കർമ്മമാണെങ്കിലും, അതിലൊക്കെ ഈശ്വര ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ അത് നിങ്ങളെ ശുദ്ധീകരിക്കും. സകാമ കർമ്മം പോലും ഈശ്വരൻ്റെ ഭക്തിയോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ ശുദ്ധീകരിക്കും. നിഷ്കാമകർമ്മം അപ്പോഴും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ശുദ്ധീകരിക്കും. അല്ലെങ്കിലോ ഈശ്വര ഭക്തിയില്ലാത്തവൻ്റെ എത്ര ധർമാനുഷ്ഠാനമാണെങ്കിലും, എത്ര നന്നായി ചെയ്ത കർമ്മമാണെങ്കിലും അതൊക്കെ രാഗദ്വേഷങ്ങൾക്ക് കാരണമായി പിന്നീട് അവന് സംസാരത്തിന് കാരണമായി തീരും. അതന്നെ അമംഗളം എന്ന് പറയുന്നത്. പിന്നീട് സംസാരത്തിലേക്ക് വലിച്ചഴയ്ക്കും അവനെ. നേരെ മറിച്ച് ഭക്തിയോടുകൂടി ചെയ്യപ്പെടുന്ന ഏത് കാമവും, കാമ്യകർമ്മം പോലും ഭാവിയിൽ അവനെ ജ്ഞാനത്തിലേക്കും മുക്തിയിലേക്കും നയിക്കുന്നതാണ്. അപ്പോൾ ഈശ്വരങ്കൽ സമർപ്പിക്കുന്നതെല്ലാം ശുദ്ധമായി തീരുന്നു എന്നർത്ഥം. അതല്ലാത്തതൊക്കെ ശൂന്യം, അമംഗളം, അഭദ്രം. നൈഷ്കർമ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃശശ്വതഭദ്രമീശ്വരേന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. നിഷ്കാമകർമ്മമാണെങ്കിൽ പോലും ഭഗവാനിൽ അർപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ശോഭിക്കുന്നില്ല. അതോ മഹാഭാഗഭവാൻ അമോഘദൃക് ശുചിസ്രവാ സത്യരതോ ധൃതവ്രതഃ ഉരുക്രമസ്യാഖില ബന്ധമുക്തയേ സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. അധോ മഹാഭാഗ ഭവാൻ അമോഘദൃക് ശുചിസ്രവാ സത്യരതോ ധൃതവ്രതഃ ഉരുക്രമസ്യാഖില ബന്ധമുക്തയേ സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. നാരദൻ വ്യാസനോട് ഒരു ഉപദേശം പോലെ പറയണം. അതുകൊണ്ട് എന്നൊക്കെ അർത്ഥത്തില്, ഹേ മഹാഭാഗ, അല്ലയോ ഭാഗ്യവാനായ വ്യാസ, ഭവാൻ അങ്ങ് ആരാണ്? അമോഘദൃക്ക്. അമോഘദൃക്കാണ്. അങ്ങയുടെ ദൃഷ്ടി, അങ്ങയുടെ ദർശനം അത് മോഘമാവില്ല. മോഘം എന്ന് പറഞ്ഞാൽ വ്യർത്ഥം. അമോഘം എന്ന് പറഞ്ഞാലോ വ്യർത്ഥമാകാത്തത്, സത്യമായി തീരുന്നത്. അപ്പം അങ്ങ് സത്യസങ്കല്പനാണ്.
അങ്ങ് ചിന്തിച്ചാൽ അത് നന്നായിട്ട് തന്നെ ഫലിക്കും. അപ്പൊ അമോഘദൃക്ക് ശുചിസ്രവാഹ, അങ്ങ് ശുദ്ധമായ യശസ്സിന്റെ ഉടമസ്ഥനാണ്, പരിശുദ്ധമായ യശസ്സുള്ളവനാണ്. ശുചിസ്രവാഹ സത്യരഥ, അങ്ങ് സത്യത്തിൽ രതിയുള്ളവനാണ്. ധൃതവ്രത, അങ്ങ് വ്രതങ്ങളെ ധരിച്ചിരിക്കുന്നവനാണ്, ബ്രഹ്മചര്യാദി വ്രതങ്ങൾ നിഷ്ഠയുള്ളവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ്, മഹാഭാഗനായ അങ്ങ് എന്ത് ചെയ്യണം? ഉരുക്രമസ്യ അഖില ബന്ധമുക്തയെ സമാധിന അനുസ്മര തദ്വിജേഷ്ഠിതം. അപ്പോ അങ്ങയുടെ അഖില ബന്ധമുക്തയെ, അഖിലരുടെയും സകലരുടെയും ബന്ധമുക്തിക്കായിക്കൊണ്ട് ഉരുക്രമസ്യ, ഉരുക്രമൻ ഉരുവായ ക്രമത്തോടു കൂടിയവൻ. ഉരു എന്ന് പറഞ്ഞാൽ ബഹു, അല്ലെങ്കിൽ വലുത് എന്നൊക്കെ അർത്ഥം. ഉരുവായതെന്ന് പറഞ്ഞാൽ വലുത്. എന്താ ക്രമം? ക്രമം എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപമാണ്. അപ്പോൾ വലിയ കാൽവെപ്പുകളോടുകൂടിയവൻ എന്നാണ് ഉരുക്രമൻ എന്ന അർത്ഥം. എന്താ വലിയ കാൽവെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവൃത്തികൾ തന്നെയാണ്. വലിയ വലിയ അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നവൻ, അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ടുള്ള ആ ഭഗവാന്റെ ഈശ്വരസ്യ വിചേഷ്ടിതം തദ്വിചേഷ്ടിതം, അവന്റെ വ്യാപാരങ്ങളെ, ഭഗവാന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോധാനം ഭക്താനുഗ്രഹ ലീലകള്, അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളെ തദ്വിചേഷ്ടിതം അങ്ങന്തിയ സമാധിന അനുസ്മര, ഒന്ന് അങ്ങ് ആ സമബുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് വിചാരം ചെയ്യൂ, അങ്ങയുടെ ഉള്ളിലേക്ക് അങ്ങ് ആവഹിക്കൂ, ഭഗവാന്റെ അവതാര ലീലകളെക്കുറിച്ചൊക്കെ ഒന്ന് സ്മരിക്കൂ. എന്നിട്ടോ അതിനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി അഖില ബന്ധമുക്തയെ, ലോകത്തിന് അനുഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവാന്റെ അവതാര ലീലകളെ അങ്ങ് അനുസ്മരിച്ചിട്ട് അത് ഗ്രന്ഥരൂപത്തിൽ ഭാഗവതമാക്കി രചിച്ചാലും എന്ന് പറയണം. അപ്പോൾ ഭഗവാന്റെ ഉരുക്രമനായ ഭഗവാന്റെ, വലിയ കാൽവെപ്പുകളോടുകൂടിയവനായ ഭഗവാന്റെ 3 ലോകങ്ങളെയും 2 പാദങ്ങളെ കൊണ്ട് അളന്നവനാണ് ഉരുക്രമൻ, അല്ലേ? ത്രിവിക്രമൻ എന്നും അദ്ദേഹത്തിന് പേര്. ത്രിവിക്രമൻ, 3 പാദങ്ങളെ കൊണ്ട് ലോകങ്ങളെ മുഴുവൻ അളന്നവൻ എന്നർത്ഥം. ലോകങ്ങൾ മുഴുവൻ ആരുടെ പാദത്തിൽ അടങ്ങിയിരിക്കുന്നുവോ അവൻ ത്രിവിക്രമൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഉരുക്രമന്റെ യശസ്സിനെ, അദ്ദേഹത്തിൻ്റെ വിചേഷ്ടിതങ്ങളെ അങ്ങ് നല്ലതുപോലെ അനുസ്മരിച്ച് സമാധിന ധ്യാനപൂർവം നല്ലപോലെ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് അതിനെ ഒന്ന് വിചാരം ചെയ്ത് ക്രമത്തിലൊന്ന് ആളുകളെ അനുഗ്രഹിക്കാൻ അഖില ബന്ധമുക്തയെ അതൊന്ന് രചിക്കൂ എന്നാണ് ഈ അനുസ്മര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങ് അനുസ്മരിച്ചിട്ട് ലോകത്തിന് അനുസ്മരിക്കാൻ പാകത്തിന് ഒരു കൃതിയാക്കൂ. അതോ മഹാഭാഗ ഭവാൻ അമോഘദൃക്ക് ശുചിസ്രവാ സത്യരഥോ ധൃതവ്രത ഉരുക്രമസ്യ അഖില ബന്ധമുക്തയെ സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. തതോന്യദാ കിഞ്ചന യദ്വിവക്ഷതഃ പൃഥഗ്ദൃശസ്ഥൽകൃതരൂപനാമഭിഃ ന കുത്രചിത് ക്വാപി ച ദുഃഖിതാ മതിഃ ലഭേത വാദാഹത നൗരിവാസ്പദം. തതോന്യദാ കിഞ്ചന യദ്വിവക്ഷതഃ പൃഥഗ്ദൃശസ്ഥൽകൃതരൂപനാമഭിഃ ന കുത്രചിത് ക്വാപി ച ദുഃഖിതാ മതിഃ ലഭേത വാദാഹത നൗരിവാസ്പദം. തതഃ അന്യദാ കിഞ്ചന യത് വിവക്ഷതഃ. തതഃ അന്യദ, അതിൽ നിന്ന് വേറൊരു പ്രകാരത്തിൽ, മറ്റു വിധത്തിൽ, ആ ഭഗവാന്റെ വിചേഷ്ടിതമല്ലാതെ എല്ലാം ഭഗവാന്റെ ലീലയാണെന്ന് പറയാതെ ഭേദദൃഷ്ടിയോട് പൃഥഗ്ദൃശ എന്ന് പറയുന്നുണ്ട്. പൃഥഗ്ദൃഷ്ടിയോടുകൂടി, പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ വെവ്വേറെ കാണുന്നതിനാണ് പൃഥഗ്ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പൃഥഗ്ദൃശ, ഭേദബുദ്ധിയോടുകൂടി ഭേദദൃഷ്ടിയോടുകൂടി എന്താണോ അങ്ങ് കിഞ്ചന യത് വിവക്ഷത, കിഞ്ചന അല്പമായിട്ടാണെങ്കിലും വിവക്ഷത, വിവക്ഷത എന്ന് പറഞ്ഞാൽ വിവക്ഷിക്കുക, വക്തുമിച്ഛ വിവക്ഷ, പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. വിവക്ഷത എന്ന് പറയുന്നത് പറയാനിച്ഛിക്കുന്നതായവൻ്റെ, എന്താണത്?
ഭേദബുദ്ധിയോടുകൂടി ഈ ലോകത്തെ സത്യത്വ ബുദ്ധിയോടുകൂടി ഈ ലോകത്തെക്കുറിച്ച് പലതും പറയാൻ ഉദ്ദേശിച്ച് പറയാൻ പോകുന്നവർക്ക് തൽകൃതരൂപനാമഭിഹി, തൽകൃതം ഈ എന്താ പറയുക, ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലുള്ള രൂപങ്ങളും നാമങ്ങളും കൊണ്ട് ന കുത്രചിത് ക്വാപിച്ച ദുഃഖിതാമതിഹി ലഭേദ ആസ്പദം, ഏതുപോലെ വാതാഹത നൗ ഇവ ആസ്പദം ന ലഭേദ, അവന് ഒരു ആസ്പദം ലഭിക്കാൻ പോകുന്നില്ല, ആശ്രയം ലഭിക്കാൻ ഒരു ഉറപ്പും ഒന്നിലും കിട്ടാൻ പോകുന്നില്ല. ഇതിൽ ന കുത്രചിത് ഒന്നിനെ കുറിച്ച്. എന്താ കാരണം? തൽകൃത രൂപനാമഭിഹി, ഈ ജഗത്തിലുള്ള നാനാത്വം അതിനെ വർണ്ണിക്കുന്തോറും അതിലുള്ള ഭ്രമം കൂടിക്കൂടി നാമരൂപങ്ങളിലുള്ള ഭ്രമം കാരണമായിട്ട് കുത്രചിത് ഒരിടത്തും ക്വാപി ഒരു പ്രകാരത്തിലും ഒരിക്കലും ദുഃഖിതാമതിഹി അല്പബുദ്ധിയായിട്ട് എപ്പോഴും വിഷമിക്കുന്ന ബുദ്ധിയായിട്ട് ആസ്പദം ന ലഭേദ, നിനക്കൊരാസ്പദം ലഭിക്കില്ല. ആരാണെങ്കിലും ശരി, ഈ ലോകത്തെക്കുറിച്ച് വർണ്ണിക്കാൻ പുറപ്പെടുന്നവർക്ക് അതിൽ ഭ്രമം വർദ്ധിച്ചു വരുന്നല്ലാതെ ഒരു സ്വസ്ഥതയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് വ്യാസന് സ്വസ്ഥത കിട്ടാതിരുന്നത്? മഹാഭാരതത്തില് ഒരുപാട് കാര്യങ്ങൾ വർണ്ണിച്ചു, പക്ഷെ അതിലൊന്നും ഭഗവാന്റെ മഹിമയല്ല വർണ്ണിച്ചത്. അതുകൊണ്ടാണ് അങ്ങേക്ക് ആസ്പദം കിട്ടാതിരുന്നത്. ലഭേദ ആസ്പദം ന. ഏതുപോലെ വാതാഹത നൗഹു ഇവ, നൗഹു എന്ന് പറഞ്ഞാൽ നൗക, തോണി. അത് വാതാഹതം എന്ന് പറഞ്ഞാലോ കാറ്റിനാൽ അടിക്കപ്പെട്ടത്. അപ്പോൾ കടലിൻ്റെ നടുവിൽ നാവികനില്ലാതെ ഒരു തോണി അലയുകയാണ്, കാറ്റത്തടിക്കപ്പെട്ട തോണി പോലെ. അത് എവിടേക്കാ പോവാന്ന് വല്ല വ്യവസ്ഥയുണ്ടോ? ഒരു നായകനുമില്ല, ഒരു ഗതിയുമില്ലാതെ കാറ്റ് എവിടേക്ക് അടിക്കണോ അവിടേക്ക് പോകും, ഒരു ഗതിയും കിട്ടില്ല. അതിങ്ങനെ അലഞ്ഞു തിരിയാനായിരിക്കും അതിൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെയാണോ നടുക്കടലിൽപ്പെട്ട ഒരു തോണി കാറ്റത്ത് കടന്ന് അലയുന്നത്, കപ്പിത്താനില്ലാത്ത തോണി, അതുപോലെയാണ് ഇവിടെ ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനാണ് ഇവിടുത്തെ കപ്പിത്താൻ. ഈ ലോകത്തിൻ്റെ കപ്പിത്താൻ ഭഗവാനാണ്. അപ്പോൾ ആ കപ്പിത്താനെ കേന്ദ്രബിന്ദുവായിട്ട് വേണം നമ്മൾ എന്ത് വർണ്ണിക്കാനാണ്. ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് എന്തും പറഞ്ഞോളൂ, അതിനൊരു മഹത്വമുണ്ട്. ഏത് കഥ പറയുമ്പോഴും അതിൽ ഭഗവാന്റെ മഹിമ വർണ്ണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും, ആശ്രയം കിട്ടും, എല്ലാം ഭഗവാന്റെ ലീലയായിട്ട് കാണാൻ പറ്റും. നേരെ മറിച്ച് ഭേദബുദ്ധിയോട് കൂടിയിട്ട്, നാനാത്വത്തിൽ സത്യത്വ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ലോകത്തിലുള്ള ധർമാർത്ഥകാമ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയാൽ ഒരാന്തവും ഇല്ല, കുന്തവും ഇല്ല. യു വിൽ എന്താ പറയുക, റീച്ച് നോവെയർ. നിങ്ങൾ എവിടെയും എത്താൻ പോണില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഓരോരുത്തർക്കും അഭിപ്രായം വേറെ വേറെ പറയാതിൽ, അതുകൊണ്ടൊന്നും ഒരു സ്വസ്ഥതയും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ഭഗവാനെ വർണ്ണിച്ചാൽ തീർച്ചയായിട്ടും സ്വസ്ഥതയുണ്ടാവും. തതോന്യതാ കിഞ്ചന യദ്വിവക്ഷതഃ പൃഥഗ്ദൃശസ്തത്കൃതരൂപനാമഭിഃ ന കുത്രചിത് ക്വാപി ച ദുഃഖിതാമതിഃ ലഭേദവാദാഹത നൗരിവാസ്പതം. ഇപ്പൊ മനസ്സിന് വിശ്രാന്തി വേണോ? ഭഗവാനെ വർണ്ണിക്കും. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസതഃ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യത്തെ തസ്യ നിവാരണം ജനഃ. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസതഃ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യത്തെ തസ്യ നിവാരണം ജനഃ. വ്യാസൻ ധർമ്മപ്രധാനമായിട്ടാണ് മഹാഭാരതം രചിച്ചത്. അതിനെ ഒരു തരത്തില് ഒരു നിന്ദ്യമായ കർമ്മമായി പോയി ജുഗുപ്സിതം എന്ന് പറയണു. ജുഗുപ്സിതം സ്വഭാവരക്തസ്യ ധർമ്മകൃതേ അനുശാസതഃ തവ മഹാൻ വ്യതിക്രമഃ. അങ്ങേക്ക് മഹത്തായ വ്യതിക്രമം സംഭവിച്ചു. അന്യായം വഴിവിട്ടുപോയി അങ്ങ്. വ്യതിക്രമം എന്ന് പറഞ്ഞാൽ ആ ക്രമത്തിൽ നിന്ന് അതിക്രമിച്ചു, വിശേഷേണ അതിക്രമിച്ചു പോയി. എങ്ങനെയാണോ ക്രമം ആയിട്ട് പോകേണ്ടത് അത് അക്രമമായി പോയി. അപ്പോൾ മഹത്തായ അന്യായം സംഭവിച്ചു. എങ്ങനെ? ജനങ്ങളൊക്കെ
സ്വഭാവരക്തർ ആണ്. എന്താ സ്വഭാവരക്തർ എന്ന് പറഞ്ഞാൽ സ്വതവേ തന്നെ അനുരക്തരാണ്. ഏത് കാര്യത്തിൽ? കർമ്മങ്ങളിൽ. കർമ്മത്തിൽ ആസക്തിയുള്ളവരാണ് ലോകത്തിലുള്ള ആൾക്കാർ. അപ്പൊ അവരോട് തന്നെ വീണ്ടും ധർമ്മകൃതേ അനുശാസത, ധർമ്മത്തിനായിക്കൊണ്ട്, ധർമ്മകൃതേ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ തന്നെ, ധർമ്മത്തിനായിക്കൊണ്ട് തന്നെ അനുശാസിക്കുക. അത് ജുഗുപ്സിതമായിട്ടുള്ളൊരു കർമ്മമാണ്. അല്ലെങ്കിൽ തന്നെ കർമ്മവാസനകൾ അതിക്രമിച്ചിരിക്കുന്ന ആളുകളോട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ ഭഗവാനെ ഭജിക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ പ്രവൃത്തിയിലേക്കല്ല അവരെ തള്ളിവിടേണ്ടത്, നിവൃത്തിയിലേക്കാണ് ഓരോരുത്തരെയും രക്ഷിക്കുകയാണ് വേണ്ടത്. നിവൃത്തിയാണ് രക്ഷാമാർഗം. പ്രവൃത്തി എന്നുള്ളത് സംസാര സാഗരത്തിലേക്കുള്ള ഡൈവിംഗ് ആണ്, ഉള്ളിലേക്കുള്ള പ്രവേശമാണ്, മുങ്ങിപ്പൊങ്ങാൻ വേണ്ടിയിട്ട്, മുങ്ങിത്താഴാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയാണ്. അപ്പോൾ പ്രവൃത്തിയിലേക്ക് ഒരാളെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവരെ സംസാരത്തിലേക്ക് തള്ളിവിടുകയാണ്. നേരെ മറിച്ച് അവരെ കരകയറ്റുകയാണ് വേണ്ടത്, സംസാരത്തിൽ നിന്ന് നിവർത്തിപ്പിക്കുകയാണ് വേണ്ടത്. നിവൃത്തി മാർഗത്തിലേക്കാണ് ആളുകൾക്ക് കൂടുതൽ പ്രേരണ കൊടുക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ജുഗുപ്സിതമായ കർമ്മങ്ങളെ ചെയ്യാൻ സ്വഭാവേന അനുരാഗമുള്ള ജനങ്ങളോട് ധർമ്മകൃതേ അനുശാസത, ധർമ്മം പ്രേരിപ്പിക്കുന്നവനായിട്ടുള്ള തവ മഹാൻ വ്യതിക്രമ, അങ്ങക്ക് വലിയ അന്യായം സംഭവിച്ചു. കാരണം യദ് വാക്യത ധർമ്മ ഇതി സ്ഥിത, അങ്ങയുടെ വാക്കുകേട്ട് അതാണ് ധർമ്മം എന്ന് അതിൽ ഉറച്ചിരിക്കുന്ന ഒരാൾക്ക് ഇതരഹ ജനഹ തസ്യ നിവാരണം ന മന്യത, പിന്നെ വേറൊരാൾക്ക് അതിൽ നിന്ന് അയാളെ നിവർത്തിക്കുവാൻ, നിവാരണം ന മന്യത, ശ്രദ്ധിക്കുകയും ഇല്ല, സാധിക്കുകയും ഇല്ല. ഒരിക്കൽ ധർമ്മത്തിൻ്റെ പിടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കർമ്മകാണ്ഡങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ കർമ്മങ്ങളാകുന്ന ചങ്ങലകളിൽ ബദ്ധനായി കഴിഞ്ഞാൽ, അതിൽ ബുദ്ധി ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ നിവർത്തിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ എന്താ പറയുക, ധർമ്മത്തിനല്ല കൂടുതൽ പ്രേരണ കൊടുക്കേണ്ടത്, മോക്ഷം എന്ന പുരുഷാർത്ഥമായിരിക്കണം പരമപുരുഷാർത്ഥം എന്ന് താല്പര്യം. ഇവിടെ പരമപുരുഷാർത്ഥം എപ്പോഴും മോക്ഷമായിരിക്കണം. ആ മോക്ഷത്തിന് അനുകൂലമായിട്ട് മാത്രം തൽക്കാലമുള്ള ധർമ്മം ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിന്ന് കരകയറി വരണം, തലയൂരി വരണം. ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കട്ടെ, തൽക്കാലം മാത്രം ധർമ്മം അനുഷ്ഠിക്കൂ. കുറച്ച് കഴിഞ്ഞാൽ ആ ധർമ്മത്തിലൂടെ എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്? മോക്ഷമാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും. അപ്പോൾ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതിൻ്റെ മാർഗമായ ഭക്തിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കൃതികൾ രചിക്കണം, ആധ്യാത്മിക കൃതികൾ രചിക്കണം. അപ്പോൾ ഭക്തി ഉണ്ടാവാൻ ഭഗവാനെ വർണ്ണിക്കണം, ഭഗവാന്റെ മഹിമ വർണ്ണിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പരമായിട്ട് പറഞ്ഞത്. അപ്പോൾ ധർമ്മമല്ല പ്രധാനം, മോക്ഷമാണ് പ്രധാനം എന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ജുഗുപ്സിതം ധർമ്മകൃതേ അനുശാസതഃ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനഃ. ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാ പരമശാസ്ത്രം. യാവജ്ജീവേ അഗ്നിഹോത്രം ജുഹുയാത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർമ്മകാണ്ഡികളുണ്ട്. വേദത്തിലെ കർമ്മകാണ്ഡം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നത് വരെ അഗ്നിഹോത്രം ചെയ്യണം എന്നുള്ള ആ വാക്കിനെ പ്രമാണമായി എടുത്തിട്ട് ബാക്കി അതിന് ശേഷം പറഞ്ഞതൊന്നും കേൾക്കാതെയായി അവർ. ബാക്കി അതിനുശേഷം പിന്നീട് വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിരക്തി ഉണ്ടാവുന്ന രീതിയിൽ വേണം പ്രവർത്തിക്കാൻ. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. അങ്ങനെയുള്ള വചസ്സുകളൊന്നും കേൾക്കാതെയായി. ന കർമ്മണാ ന പ്രജയാ ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനസു. ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് വേദം. അതൊന്നും കേൾക്കുന്നില്ല. അതൊന്നും കേൾക്കാതെ ആദ്യം കേട്ടത് സത്യം. നമ്മളൊക്കെ അങ്ങനെയല്ലോ, ആദ്യം എന്താണോ കേട്ടത് അതാണ് സത്യം, അതാണ് പ്രമാണം. അപ്പോൾ സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ട് വന്നിട്ടുണ്ടാവും എന്ന് പറയും.
ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? യഥാർത്ഥ സത്യം ആളുകൾ അറിയുന്നതിന് മുമ്പേ അവർ നുണകൾ പ്രചരിപ്പിച്ച് ആ നുണ ആളുകളെ സ്വാധീനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ആളുകൾ നുണ പറഞ്ഞു കഴിയുമ്പോഴാണ് ഇതിൻ്റെ സത്യം അറിയുന്നവര് ഇത് ഇന്നതാണ് സത്യം എന്ന് വിളിച്ചു പറയാൻ തുടങ്ങുക. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ സാധാരണ ഈ ലോകത്ത് നടക്കുന്നത് കള്ളന്മാർ മുഴുവൻ നുണ പ്രചരിപ്പിച്ചിട്ട് ആ നുണ ലോകം മുഴുവൻ കറങ്ങിയിട്ടുണ്ടാവും, സത്യം ചെരുപ്പിടാൻ തുടങ്ങണേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നുണയാണ് ജനങ്ങളെ ഹൃദയങ്ങളെ സ്വാധീനിക്കുക. ഇതാണ് സൈക്കോളജി. അത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നതും. ഈ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതാണ്. അവരുടെ ഉദ്ദേശ്യം അത് തന്നെയാണ്. ജനങ്ങളെ വഞ്ചിക്കുക, വിഡ്ഢികളാക്കുക. അതിനവർക്ക് പ്രത്യേക പ്രതിഫലമുണ്ട്. അവർക്ക് ആ പ്രതിഫലം കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ നുണകൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഈ ലോകം കീഴടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ലോകം മുഴുവൻ അവരുടെ ശക്തി വ്യാപിക്കണം, അവരുടെ ഭരണം വരണം എന്ന് പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശക്തി, അതിനുവേണ്ടി എല്ലാം പ്ലാനിങ്ങോടുകൂടെ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ മെക്കാനിസവും അജണ്ടയും എല്ലാം കൊണ്ടും അവർ ധനം വേണ്ട പോലെ വാരി വിതറുന്നുണ്ട്. അവർക്ക് ധനമുണ്ട് ഇഷ്ടം പോലെ. ലോകം മുഴുവൻ അവർക്ക് ശക്തികളുണ്ട്. അപ്പോൾ ആ ധനം ഉപയോഗിച്ചുകൊണ്ട് അവർ കള്ളപ്രചരണങ്ങൾ പ്രചണ്ഡമായിട്ട് അഴിച്ചുവിടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നക്കാൻ കിട്ടുന്നവർ അത് ഏറ്റുപാടും. ആർക്കൊക്കെ നക്കാൻ കിട്ടുന്നതോ, അത് പത്രമാധ്യമങ്ങളാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, സിനിമക്കാരാവട്ടെ, ബുദ്ധിജീവികളാവട്ടെ, എല്ലാവർക്കും നക്കാൻ കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. എല്ലാവർക്കും നേരത്തെ തന്നെ നക്കാൻ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളിതൊക്കെ പറയണം, ഇന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചു നിന്ന് ശബ്ദിക്കണം, രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കണം എന്ന് അവർ പറയും. അപ്പം ഈ പറഞ്ഞ നുണ ലോകം ചുറ്റി വരുമ്പോഴേക്കാണ് സത്യം പതുക്കെ ചെരുപ്പിടാൻ തുടങ്ങുക. ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ അധികം ഇതാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതിൽ മനസ്സങ്ങോട്ട് ഉറച്ചു പോയാൽ പിന്നെ മോക്ഷശാസ്ത്രത്തിലേക്ക് മനസ്സ് വരാൻ പ്രയാസമാണ്. യാവത് ജീവേത് അഗ്നിഹോത്രം ജുഹുയാത് എന്നും പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവൻ 90-ാം വയസ്സിലും പുകയുടെ നടുവിൽ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാചീന ബർഹിസിനെ പോലെ. അതിനാണ് ഇതിൽ പ്രാചീന ബർഹിസിൻ്റെയൊക്കെ കഥ പറയുന്നത്. എന്നും ഹോമം ചെയ്തുകൊണ്ട് അഗ്നിഹോത്രം ചെയ്തുകൊണ്ട് പുകയുടെ നടുവിൽ തന്നെ ഇരുന്ന് കഴിച്ചു കൂട്ടാനാണ് അവരുടെയൊക്കെ യോഗം. അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ആളുകളെ അങ്ങനെ അബദ്ധത്തിൽപ്പെടുത്തരുതേ വ്യാസ എന്നാണ് നാരദൻ്റെ ഒരു സൂചന. അപ്പം അങ്ങേക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. മഹാൻ വ്യതിക്രമ. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ നിവൃത്തിക്ക് അഥവാ മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗവതം മോക്ഷപ്രധാനമായിട്ടുള്ള, നിവൃത്തിപ്രധാനമായിട്ടുള്ള കൃതിയാണ്. അതുകൊണ്ടാണ് അതിൽ ഇത്രയും ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത്. അതും കൂടി മനസ്സിലാക്കാം. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസതഃ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യദ് വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനഃ വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോ അനന്തപാരസ്യ നിവൃത്തിതഃ സുഖം പ്രവൃത്തമാനസ്യ ഗുണൈർ അനാത്മനഃ തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോ അനന്തപാരസ്യ നിവൃത്തിതഃ സുഖം പ്രവൃത്തമാനസ്യ ഗുണൈർ അനാത്മനഃ തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ആദ്യത്തെ വരിയിലുള്ളത് വിഭോഹോ എന്ന് വിസർഗമുണ്ട്. അവസാനത്തത് വിഭോ എന്നേ ഉള്ളൂ, വിസർഗമില്ല. എന്താ അർത്ഥം? ആദ്യത്തത് വിഭോഹോ, വിഭുവിൻ്റെ, ഭഗവാന്റെ. അവസാനത്തെ വിഭോ എന്നുള്ളത് വ്യാസനെ സംബോധന ചെയ്യണം. അല്ലയോ വിഭുവായ വ്യാസ, വിഭോ സംബോധനയായിട്ടെടുക്കണം. അപ്പോൾ അനന്തപാരസ്യ വിഭോഹോ അസ്യ നിവൃത്തിതഃ സുഖം വേദിതും വിചക്ഷണഃ അർഹതി. അനന്തപാരസ്യ വിഭോഹോ അസ്യ, ഭഗവാന്റെ, അസ്യ എന്ന് പറഞ്ഞാൽ
ഇവൻ്റെ എന്നാണ്. ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. വിഭോഹോ എന്നുണ്ട്, വിഭുവിൻ്റെ, സർവവ്യാപിയായിരിക്കുന്നവൻ്റെ. അനന്തപാരസ്യ, അനന്തപാരൻ എന്ന് പറഞ്ഞാൽ ആരുടെ പാരമാണോ അന്തമില്ലാത്തത്, ആരുടെ മറുകരയാണോ കാണാത്തത് എന്ന് പറഞ്ഞാലോ അപരിച്ഛിന്നനായിരിക്കുന്നവൻ, ആദിയും അന്തവുമില്ലാത്തവൻ, ആദിയും അന്തവുമില്ലാത്തവനും സർവവ്യാപിയുമായിരിക്കുന്ന ആ ഇവൻ്റെ, ഈശ്വരൻ്റെ നിവൃത്തിത സുഖം വേദിതും, നിവൃത്തി മാർഗത്തിലൂടെയുള്ള ആ ഭഗവാനെ സുഖമായിട്ട് അറിയുവാൻ എന്ന് പറഞ്ഞാൽ ഈ വേദാന്ത മാർഗം, അതാണ് ഇവിടുത്തെ നിവൃത്തി മാർഗം. ശ്രവണമനന നിധിധ്യാസനങ്ങളിലൂടെ സുഖമായിട്ട് അറിയുവാൻ വിചക്ഷണ അർഹതി, വിചക്ഷണൻ അർഹിക്കുന്നു എന്ന് പറഞ്ഞാലോ വളരെ സാമർഥ്യമുള്ള നിപുണന്മാർ, യോഗ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. അപ്പോൾ നിവൃത്തി മാർഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രവണമനന നിധിധ്യാസനം സന്യാസം അങ്ങനെയുള്ള മാർഗത്തിലൂടെ ആ നിർഗുണ നിരാകാരനായിരിക്കുന്ന ഭഗവാനെ അറിയാൻ അവർക്കേ സാധിക്കുള്ളൂ. എന്നാൽ തതഃ ഗുണൈഃ പ്രവർത്തമാനസ്യ അനാത്മനഃ ചേഷ്ടിതം ഭവാൻ ദർശയ. ഗുണൈഃ പ്രവർത്തമാനസ്യ, ഗുണങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്നവനായിട്ടുള്ള അനാത്മനഃ, അനാത്മാവായിരിക്കുന്ന ദേഹത്തിൽ അഭിമാനമുള്ളതായിട്ടുള്ള ആളുകൾക്ക് അങ്ങ് ഈ ഭഗവാന്റെ ചേഷ്ടിതത്തെ ദർശയ, ഭഗവാന്റെ സഗുണസാകാരമായിരിക്കുന്ന ഭാവങ്ങളെയും അതുകൊണ്ട് ചെയ്യുന്ന ലീലകളെയും വർണ്ണിച്ചു കൊടുക്കൂ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ താല്പര്യം എന്താ വെച്ചാൽ ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്ന ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭി അവാപ്യതേ. 12-ാം അധ്യായം ഭക്തിയോഗമാണ്. ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? ക്ലേശോ അധികതരഹ തേഷാം, അവർക്ക് ക്ലേശം കൂടുതലാകുന്നു. ആർക്ക്? അവ്യക്താസക്ത ചേതസാം, അവ്യക്തത്തെ ഉപാസിക്കുന്നവർക്ക്, അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. നിർഗുണ നിരാകാരമായതിനെയാണ് അവിടെ അവ്യക്തം എന്ന് പറയുന്നത്. അപ്പം നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് അധികം ക്ലേശമാകുന്നു. അവ്യക്താഹി ഗതിർ ദുഃഖം, അവ്യക്താഗതി, അവ്യക്തോപാസനാമാർഗം നിർഗുണോപാസന ദുഃഖം ഹി, അത് ക്ലേശഭൂയിഷ്ടമാണ്. അതുകൊണ്ട് ഗുണസമ്പന്നരായിട്ടുള്ള ആളുകൾ, ഈ ത്രിഗുണങ്ങളിൽ കിടന്ന് രമിക്കുന്ന ആളുകൾക്ക് ഈ നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുക എന്നുള്ളത് വളരെ ക്ലേശമാണ്. ഗുണാതീതന്മാരായിട്ടുള്ള വിചക്ഷണന്മാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. യോഗ്യരായിട്ടുള്ള ആളുകൾക്ക്, അധികാരികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദേഹാഭിമാനികളായിരിക്കുന്ന അനാത്മനഃ പ്രവർത്തമാനസ്യ എന്നൊക്കെ പറയുന്നത്, അനാത്മനഃ അനാത്മാവിൽ അഭിമാനിക്കുന്ന, ദേഹാദികൾ അഭിമാനിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ ചേഷ്ടിതം ഭവാൻ ദർശയ, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് അങ്ങ് ദർശിപ്പിച്ചു കൊടുക്കൂ, കാണിപ്പിച്ചു കൊടുക്കൂ, വർണ്ണിച്ചു കൊടുക്കൂ. അപ്പോൾ ഭഗവാന്റെ സഗുണഭാവങ്ങളെ ഉപാസിച്ചുകൊണ്ട് വേണം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ദേഹാഭിമാനികളായിട്ടുള്ള ആളുകൾക്ക് സംസാര സാഗരത്തിൽ നിന്ന് കരകയറാനായിക്കൊണ്ട്, നിവർത്തിക്കാനായിക്കൊണ്ട്. അല്ലാതെ നിർഗുണോപാസന സാധിക്കുകയില്ല. അപ്പോൾ സാമാന്യ ജനത്തിന് ഏറ്റവും ഉചിതമായത് ഭഗവാന്റെ ഗുണകർമ്മങ്ങളെ വർണ്ണിക്കുന്ന, ഭഗവാന്റെ ചേഷ്ടിതങ്ങളെ വർണ്ണിക്കുന്ന കൃതികൾ രചിക്കുക. അതാണ് ഇതിൻ്റെ താല്പര്യം. വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോഃ അനന്തപാരസ്യ നിവൃത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനഃ തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ത്യക്ത്വാ സ്വധർമ്മം ചരണംബുജം ഹരേഃ ഭജൻ അപക്വോദപദേ തതോ യദി യത്ര ക്വ വാ ഭദ്രമഭൂതമുഷ്യ കിം കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മതഃ.
त्यक्त्वा स्वधर्मं चरणाम्बुजं हरेः भजन् अपक्वोदपदे ततो यदि यत्र क्व वा भद्रमभूतमुष्य किं को वार्त आप्तोऽभजतां स्वधर्मतः. ഇനി ഭഗവാനെ ഭജിക്കാനായിട്ട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ചിലപ്പോൾ സ്വധർമ്മം പോലും വെടിഞ്ഞുകൊണ്ട് ഭക്തിയിലേക്ക് നീങ്ങിയാൽ അത് മോശമല്ലേ? അവർ അധപ്പതിക്കില്ലേ? അവർക്ക് ഈ ജന്മത്തിൽ മുക്തി കിട്ടുമോ? അഥവാ കിട്ടാതെ പോയാൽ അവർ നരകത്തിലേക്ക് പോകില്ലേ എന്നൊക്കെയുള്ളതായിട്ടുള്ള ശങ്ക അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് സ്വധർമാനുഷ്ഠാനത്തെക്കാൾ പ്രധാനമാണ് ഭക്തി എന്ന് സ്ഥാപിക്കുകയാണ്. ഭഗവാനോടുള്ള കമ്മിറ്റ്മെൻ്റാണ് അവനവൻ്റെ സ്വധർമാനുഷ്ഠാനത്തെക്കാൾ ശ്രേയസ്കരം. അപ്പോൾ സ്വധർമ്മത്തിൽ അല്പം വീഴ്ച വന്നാൽ പോലും ഭഗവാനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകനായ ഒരു ശക്തിയെ അതിലോട് നമുക്ക് പ്രേമവും ഭക്തിയും ഉണ്ടോ? അതിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ആ ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ഇച്ഛയുണ്ടോ? അപ്പോൾ സ്വധർമ്മത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാലും സാരമില്ല. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന തലം. അതാണ് ഗോപികമാരുടെയൊക്കെ തലം. ഗോപികമാര് അവരുടെ ധർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് ഭഗവാനെ തന്നെ പ്രാപിച്ചു, ഭഗവാനെ തന്നെ ഭജിച്ചു. അവരെന്തായിത്തീർന്നു? അവർ ഭക്തന്മാരിൽ വെച്ച് നമ്പർ 1 ആയിത്തീർന്നു. അപ്പോൾ ഭഗവാനോടായിരിക്കണം നമുക്ക് കമ്മിറ്റ്മെന്റ്, സ്വധർമ്മത്തെക്കാളും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വധർമ്മത്തെക്കാളും കമ്മിറ്റ്മെന്റ് ഭഗവാനോടായിരിക്കണം. അതാണ് മോക്ഷത്തിലേക്കുള്ള കമ്മിറ്റ്മെന്റ്. ഭഗവാനിനോടുള്ള കമ്മിറ്റ്മെന്റ് മോക്ഷത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. മറ്റത് ധർമ്മത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ഏതാണ് പരമപുരുഷാർത്ഥം ചോദിച്ചാൽ മോക്ഷമാണ് പരമപുരുഷാർത്ഥം. വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ തെക്വാ സ്വധർമ്മം തെക്വാ, അവനവൻ്റെ സ്വധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഹരേഹേ ചരണാംബുജം ഭജന്, ഹരിയുടെ ചരണാംബുജത്തെ ഭജിച്ചിട്ട്, സ്വധർമ്മം വിട്ടു ഭഗവാന്റെ ചരണാംബുജത്തെ ഭജിച്ചു. അങ്ങനെയുള്ള ഒരാൾ അപക്വ, എന്നാൽ പരിഭാഗം വരാതെ ഭഗവാനെ പ്രാപിച്ചതുമില്ല, ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു, അമ്മാത്തിട്ട് എത്തിയതുമില്ല. അങ്ങനെയുള്ള ഒരാൾ അപക്വ തതഃ അത പതേത് യതി, അവൻ അതിൽ നിന്ന് പതിക്കുകയാണെങ്കിൽ, പതിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മരണം സംഭവിക്കുക വരെ ആവാം. കുറേ കാലം ഭഗവത് ഭക്തി ഭജിച്ചു, സ്വധർമ്മത്തിലൊക്കെ വീഴ്ച വന്നു, എന്നിട്ട് അയാൾ മരിച്ചുപോയി, അങ്ങനെ അയാൾക്ക് പതനം സംഭവിച്ചാൽ അമുഷ്യ അവന് എന്ത് സംഭവിക്കുന്നാണെങ്കിൽ യത്ര ക്വവാ, അവൻ എവിടെ ആയിക്കോട്ടെ, അഭദ്രം അഭൂതയ്ക്കും, അവന് അഭദ്രം ഭവിച്ചുവോ? ഇല്ല. അഭജതാം സ്വധർമ്മതഃ കോവാ അർത്ഥഃ ആപ്തഃ, എന്നാൽ ഭജിക്കാത്തവർക്കോ സ്വധർമ്മതഃ, സ്വധർമാനുഷ്ഠാനം കൊണ്ട് കോവ അർത്ഥഃ ആപ്തഃ, എന്ത് പ്രയോജനമാണ് പ്രാപിച്ചത്? അപ്പോൾ ഭക്തിയുള്ളവന് അവൻ ഈ ജന്മത്തിൽ തന്നെ ഈശ്വര സായുജ്യം സാക്ഷാത്കാരം ഒന്നും നേടിയില്ലെങ്കിലും അവന് പതനം സംഭവിച്ചാലും അവന് നഷ്ടമൊന്നും സംഭവിക്കാനില്ല. നേരെ മറിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് എന്നാണ്. അപ്പോൾ സ്വധർമാനുഷ്ഠിക്കുന്നവനും ഭക്തി വേണം. ഭക്തിയില്ലാത്ത വെറുതെ സ്വധർമാനുഷ്ഠാനം കൊണ്ടവന് യാതൊരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. ഭക്തിയുള്ളവനോ സ്വധർമ്മത്തിൽ വീഴ്ച വന്നാൽ പോലും അവന് പിടുത്തം മുകളിലുണ്ട്. അവൻ മുകളിലോട്ട് പിടിച്ചു കഴിഞ്ഞു, അവൻ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കോളും. മറ്റത് ഭക്തി എന്ന പിടുത്തമില്ലാത്ത ഒരാൾ സ്വധർമ്മം ചെയ്തിട്ടും ഭക്തിയില്ലെങ്കിൽ അതുകൊണ്ട് അവന് വലിയ ഗുണമൊന്നും മെച്ചമൊന്നും ഉണ്ടാവില്ല. ഭഗവാൻ അതൊക്കെ തന്നെയാണ് ഗീതയിലെ അർജുനന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് 6-ാം അധ്യായത്തിൽ. ഒരാൾ ഭഗവാനെ ഭജിച്ചിട്ട്
മുഴുമിപ്പിക്കാതെ, ഈ ജന്മം സാക്ഷാത്കരിക്കാതെ, ഭഗവത് പ്രാപ്തി നേടാതെ മരിച്ചുപോയാൽ അവൻ എന്തായിരിക്കും ഗതി എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവൻ ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല അർജുന. മോനെ, അവൻ ഒരിക്കലും ദുർഗതിയില്ല. എന്താണ് ദുർഗതിം താത ഗച്ഛതി എന്ന് വരും. ഹേ താത, ഹേ പുത്ര, വത്സ, ദുർഗതിം ന ഗച്ഛതി. അയാൾ ദുർഗതിയെ പ്രാപിക്കുന്നില്ല. പിന്നെയോ അയാൾ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടർന്നോളും അടുത്ത ജന്മം. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വ ശാശ്വതി സമാഹ. യോഗഭ്രഷ്ടനായിട്ടുള്ള ഒരാൾ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. നല്ല സംസ്കാരമുള്ളവരുടെ ഗൃഹത്തിൽ പോയി ആ യോഗഭ്രഷ്ടൻ ജനിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തന് നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല, പ്രണാശമില്ല, അവൻ രക്ഷപ്പെട്ടോളും. അവന് ഈശ്വരനിൽ ആസ്തിക്യ ബുദ്ധിയുണ്ടോ, ഈശ്വരൻ എന്നുള്ളൊരു ശക്തിയുണ്ട് എന്നുള്ള അദൃഷ്ടമായിട്ടുള്ളൊരു വസ്തുവിനെക്കുറിച്ച് അവന് അറിവുണ്ടോ, അവൻ രക്ഷപ്പെട്ടോളും. മറ്റത് ഭൗതികതയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാൾ എത്ര ധർമ്മം ചെയ്തിട്ടും കാര്യമില്ല, അവൻ അധപതനം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം എന്നർത്ഥം. അപ്പോൾ സ്വധർമാനുഷ്ഠാനത്തെക്കാൾ ഭക്തിക്ക് പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേഃ ഭജൻ അപക്വോദപദേ തതോ യദി യത്ര ക്വ ഭദ്രം അഭൂതമുഷ്യ കിം കോ വാർത്ത ആപ്തോ അപജതാം സ്വധർമ്മതഃ. ഭഗവാനെ ഭജിച്ചവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ, നഷ്ടമുണ്ടായിട്ടുണ്ടോ, നാശമുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഭഗവാനെ ഭജിക്കാതെ സ്വധർമാനുഷ്ഠാനം ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ പതനം ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹരിഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനെ ആദരിച്ചുകൊണ്ട് അങ്ങ് കൃതി രചിക്കൂ എന്ന് പറയണം. അതാണ് അടുത്ത ശ്ലോകം ഉറപ്പിക്കുന്നത്. തസ്യൈവ ഹേതോഃ പ്രയതേത കോവിദോ ന ലഭ്യതേ യദ്ഭ്രമതാം ഉപര്യതഃ തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരരംഹസാം. തസ്യൈവ ഹേതോഃ പ്രയതേത കോവിദോ ന ലഭ്യതേ യദ്ഭ്രമതാം ഉപര്യതഃ തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരരംഹസാം. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഒരു കോവിദൻ പ്രയത്നിക്കണം, ഒരു വിദ്വാൻ വിവേകി ആയിട്ടുള്ള ഒരാൾ പ്രയത്നിക്കണം. എന്തിനു വേണ്ടി? ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ ഈ സംസാരത്തിൽ താഴേക്കും മുകളിലേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം. ഉപരി അധഃ ഭ്രമതാം, ഉപരി മുകളിലോട്ട്, അധഃ താഴോട്ട്. അപ്പോൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യലോകത്തിലേക്കും ജന്തുലോകങ്ങളിലേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും സുഖം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ സംസാരത്തിൽ നിന്ന് രക്ഷ വേണോ? ഭഗവാനെ മുറുകെ പിടിക്കണം. ബാക്കി നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നതിലൊന്നും അതിലല്ല കാര്യം. പ്രധാനം ഭഗവാനെ പിടിക്കുക എന്നുള്ളതാണ്. ഈ ശ്ലോകം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഉപര്യതഃ ഭ്രമതാം യത് ന ലഭ്യതേ. ഉപരി അധഃ, മുകളിലും താഴെയിലും ഇങ്ങനെ സംസാരത്തിൽ ഊർധ്വലോകങ്ങൾ, നീചലോകങ്ങൾ, തിര്യക് യോനികൾ ഇങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം ഇങ്ങനെ ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഏതൊന്നും ലഭിക്കില്ലയോ. തസ്യ ഹേതോഹോ ഏവ കോവിദഃ പ്രയതേത. ആ ലഭിക്കാത്തതിന് വേണ്ടി എന്ന് വെച്ചാൽ ദുർലഭമായതിന് വേണ്ടി, ഏറ്റവും ദുർലഭമായതിന് വേണ്ടി വേണം മനുഷ്യൻ പ്രയത്നിക്കാൻ. മിടുക്കനായിട്ടുള്ള ഒരാൾ, കോവിദനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഒരാൾ പ്രയത്നിക്കുക. അല്ലാതെ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന കാര്യത്തിനല്ല പ്രയത്നിക്കേണ്ടത്. കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം പദ നാരായണ ജയ എന്ന് പറയുന്നില്ലേ? കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിനു തുച്ഛം നാരായണ ജയ. എവിടെ പോയിട്ട് എന്ത് കാര്യം? എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ
ഏത് ജന്മത്തിലും കിട്ടുന്നതാണ് ഈ സുഖഭോഗങ്ങളൊക്കെ. ആഹാര, നിദ്ര, ഭയ, മൈഥുനാദികൾ. അത് കൃമിയാണെങ്കിലും പന്നിയാണെങ്കിലും പോത്താണെങ്കിലും കഴുതയാണെങ്കിലും പട്ടിയാണെങ്കിലും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കരുത് മനുഷ്യജന്മം. മനുഷ്യജന്മം കൊണ്ട് മാത്രം സാധിക്കുന്ന ദുർലഭമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, റെയറായിട്ടുള്ളത്. ഒരു മനുഷ്യൻ ബുദ്ധിമാനായിട്ടുള്ളവനാണെങ്കിൽ ഏറ്റവും അമൂല്യമായതിനു വേണ്ടി പ്രയത്നിക്കണം. അല്ലാതെ ഒരു വിലയില്ലാത്ത സാധനം, നിങ്ങളാരെങ്കിലും മുറ്റത്ത് യഥേഷ്ടം കിട്ടുന്ന മണ്ണിന് വേണ്ടി വല്ല അധ്വാനിക്കുമോ? അതോ കിട്ടാത്ത രത്നങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമോ? ഏതിനു വേണ്ടിയാ ബുദ്ധിമാന്മാർ പ്രയത്നിക്കുക? അമൂല്യമായതിനു വേണ്ടി. അപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതിന് വേണ്ടിയിട്ടാവരുത്. അതാണ് ഉപര്യത ഭ്രമതാം യത് ന ലഭ്യതേ തസ്യ ഹേതോഹോ ഏവ കോവിദ പ്രയതേത. താഴെയും മുകളിലും അലഞ്ഞു തിരിഞ്ഞിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്തൊന്ന് ലഭിക്കില്ലയോ അതിനു വേണ്ടി വേണം ബുദ്ധിമാന്മാർ പ്രയത്നം ചെയ്യാൻ. ഗഭീരരംഹസ കാലേന അന്യതഃ സർവത്ര തൽസുഖം ദുഃഖവത് ലഭ്യതേ. ഗഭീരരംഹസാ കാലേന, ഗഭീരരംഹസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വേഗതയുള്ളത്, അധിക ശക്തിയുള്ളത്. ആ കാലത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും ആവില്ല. കാലം എന്ന ശക്തി ആർക്കെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ശക്തിയുള്ള കാലം കൊണ്ട് കാലം എല്ലാറ്റിനെയും ബുൾഡോസറെ പോലെ ഞെരിച്ച് അരച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലേന അന്യതഃ സർവത്ര തൽസുഖം ദുഃഖവത് ലഭ്യത. അന്യതഃ എന്ന് പറഞ്ഞാൽ കർമാദികളെ കൊണ്ട് സർവത്ര എല്ലാ ദിക്കിലും തൽ സുഖം, ഈ വിഷയസുഖം, ദുഃഖവത് ലഭ്യത, ദുഃഖം ലഭിക്കുന്നത് പോലെ തന്നെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖം പ്രയാസം കൂടാതെ ലഭിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഒരു പ്രയത്നവും ചെയ്യേണ്ട ദുഃഖം വരാനായിക്കൊണ്ട്. ആരെങ്കിലും ഇപ്പം നമ്മളൊക്കെ ദുഃഖത്തിന് വേണ്ടി ആരെങ്കിലും ഇവിടെ അധ്വാനിച്ചിട്ടുണ്ടോ? എനിക്ക് ദുഃഖം ഉണ്ടാവണം, എനിക്ക് ദുഃഖം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടോ? ഒരു അധ്വാനവും കൂടാതെ യഥേഷ്ടം വരുന്ന സാധനമാണ് എന്ത്? ദുഃഖം. ഒരു പ്രയത്നവും വേണ്ട. അപ്പോൾ അതുപോലെയാണ് ഈ കൃമിജന്മത്തിലും എളുതായിരിക്കുന്ന വിഷയസുഖം. അതിനുവേണ്ടി ഇപ്പോൾ പ്രത്യേക പുണ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സുഖവും വരും, ദുഃഖം വരുന്നത് പോലെ തന്നെ സുഖവും വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും മാറി മാറി വരും ഇങ്ങനെ സുഖവും ദുഃഖവും. അപ്പോൾ ആ ദുഃഖത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവരുത് ബുദ്ധിമാന്മാരുടെ പ്രയത്നം. ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് കാലം കളയരുത്. അത് മഹത്തായ നഷ്ടമാണ്. മഹതീ വിനഷ്ടി എന്ന ഉപനിഷത്ത് പറയുന്നതാണ് അതിനെക്കുറിച്ച്. മഹത്തായ നഷ്ടം. നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തെ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കളഞ്ഞു കുളിക്കുക. ഇപ്പോൾ പ്രയത്നം കൂടാതെ ദുഃഖം സിദ്ധിക്കുന്നത് പോലെ തന്നെ പ്രയത്നം കൂടാതെ തന്നെ സുഖവും വന്നു ചേരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കരുത് നമ്മുടെ പ്രയത്നം. പിന്നെയോ എവിടെയും കിട്ടാത്തതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാവണം. ദുർലഭമായ വസ്തുവിന് വേണ്ടി പ്രയത്നം. അപ്പോൾ ഭഗവത് ഭജനം കൊണ്ട് ശാശ്വതമായ ആനന്ദം ലഭിക്കും, വൈകുണ്ഠം ലഭിക്കും. അതിനു വേണ്ടി വേണം പ്രയത്നിക്കാൻ. അല്ലാതെ കർമ്മം കൊണ്ട് പുണ്യപാപങ്ങൾ സമ്പാദിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കാനുള്ളതല്ല മനുഷ്യ ജീവിതം. പുണ്യപാപങ്ങളെയൊക്കെ അതിൻ്റെ പാട്ടിന് വിടൂ. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. പുണ്യപാപങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ആ ഭഗവാൻ ഒന്നിനെ തന്നെ ശരണം പ്രാപിക്കൂ, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഭഗവാനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ നല്ല കർമ്മം തന്നെ ആയിക്കോളും. അതിനെക്കുറിച്ച് പ്രത്യേകം വറി ചെയ്യേണ്ട കാര്യമില്ല. ഒക്കെ ഭഗവാൻ ശരിയാക്കിക്കോളും. അതൊക്കെ പുണ്യകർമ്മം ആയിക്കോളും. പഴയ പോലെ ദുഃഖങ്ങൾ വരാതെയുമാവും. എല്ലാം അനുകൂലമായി മാറിക്കോളും. അതിനെക്കുറിച്ച് വറി ചെയ്യാതെ ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് ശ്രമിക്കുക. അതാണ് കോവിദന്മാർ ചെയ്യേണ്ടത്, വിവേകികൾ മിടുക്കന്മാരൊക്കെ ചെയ്യേണ്ടത്. തസ്യൈവ ഹേതോഹോ പ്രയതേത കോവിദഃ ന ലഭ്യതേ യത് ഭ്രമതാം ഉപര്യതഃ തല്ലഭ്യതേ ദുഃഖവദന്യതഃ സുഖം കാലേന സർവത്ര ഗഭീരരംഹസാ.
ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ട്, ഒരിറക്കത്തിന് ഒരു കയറ്റമുണ്ട് അല്ലേ? അപ്പോൾ ദുഃഖം കഴിഞ്ഞാൽ സുഖം, സുഖം കഴിഞ്ഞാൽ ദുഃഖം, ദുഃഖം കഴിഞ്ഞാൽ സുഖം, സുഖം കഴിഞ്ഞാൽ ദുഃഖം. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കാലത്തിൻ്റെ പ്രവാഹത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ പുറകെയല്ല നമ്മൾ മെനക്കെടേണ്ടത്. പിന്നെയോ ഭഗവാനെ ഭജിച്ച് സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആനന്ദം, സുഖദുഃഖങ്ങൾക്കൊക്കെ അതീതമായിരിക്കുന്നതാണ് ആനന്ദം. അത് ഭഗവത് പ്രാപ്തി കൊണ്ടുണ്ടാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാവണം പരിശ്രമം. അപ്പം അതിനു വേണ്ടി വ്യാസ അങ്ങ് ജനങ്ങളെ പ്രേരിപ്പിക്കണം, അതിനുള്ള കൃതിയാണ് രചിക്കേണ്ടത് എന്ന് തുടർന്ന് ഉപദേശിക്കുന്നു. നമുക്ക് നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ തുടരാം. വൈകിട്ട് ഗീതയിൽ കാണാം. ഹരി ഓം.